താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെഡിയാണല്ലോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഹൗ വാസ് ദ മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗോൾസ് സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള വെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ നടന്ന മെഡിറ്റേഷൻസിലൂടെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഈ ജേർണിയിൽ ഓരോ 1% ഇമ്പ്രൂവ്മെന്റ്സിലൂടെ നമുക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ഓരോ ദിവസവും. യു ആർ ഹെൽപ്പിംഗ് യുവർ ഫ്യൂച്ചർ സെൽഫ്. നിങ്ങളുടെ ഭാവി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിങ്ങളുടെ ഭാവി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. സോ യു ആർ പുട്ടിംഗ് ലോട്ട് ഓഫ് എഫേർട്ട് ഫോർ ദാറ്റ്. ആ എഫേർട്ട് എടുക്കുന്നതിന്, അതിനാണ് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടൈം ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്? ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. ഫസ്റ്റ് ടൈം ആയിട്ട് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. മീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു കമന്റ് കണ്ടു, പറയുന്നത് മലയാളത്തിലാക്കി കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. മലയാളത്തിലാണല്ലോ നമ്മൾ പറയുന്നത്, അല്ലേ? മലയാളത്തിലാണ്. അത് എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ മെഡിറ്റേഷനിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഫസ്ന സാജിദ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ഷമി സംസു. ഓക്കെ, ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഷമി സംസു. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇസ് ദർ എനിബഡി ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ? ഓക്കെ, 2 പേരാണ് ഇപ്പൊ കാണുന്നത്. എനിവേ, വെൽക്കം ടു ദ പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഓരോ ദിവസവും നമ്മൾ നിരന്തരം വ്യത്യസ്തമായിട്ടുള്ള മെഡിറ്റേഷനിലൂടെയും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളിലൂടെയും നിങ്ങളിലേക്ക്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓരോ അറിവുകൾ എത്തിക്കുന്ന ഈ ഒരു ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുക. ഓക്കെ, എന്താണ് ജീവിത വിജയം? ലൈഫ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ സക്സസ്? സക്സസ് എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് അർത്ഥമാക്കിയിട്ടുള്ളത്? അതൊന്ന് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് അയക്കാം? ജസ്റ്റ് വോയിസ് ആയിട്ട് അയക്കാം. മനസ്സിലാവുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇതിൽ പറയാം. ഓക്കെ, സമാധാനമാണ് വിജയം. ഓക്കെ, ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, സമാധാനമാണ് വിജയം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കമന്റ് ചെയ്യുക വേണ്ടത് കേട്ടോ. വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് കമന്റ് ആണ്. വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ്ഫുൾ ഹെൽത്തി മൈൻഡ് സെറ്റ്, നല്ല ആരോഗ്യാവസ്ഥയാണ് വിജയം. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് വിജയം എന്ന് പറയുന്നത്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. താഹിർ അബിയസ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഓക്കെ, അഷ്റഫ് പറയുന്നു ഹാപ്പി ആയിട്ടിരിക്കുക, കണ്ടന്റ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ജോയ്ഫുൾ ആയിരിക്കുക, ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക. വെരി ഗുഡ്, അഷ്റഫ് പറയുന്നു. ഓക്കെ, മനസ്സിന്റെ സന്തോഷത്തിലേക്ക് നമ്മൾ നയിക്കുക. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ആരോഗ്യവാൻ ആരോഗ്യം സംരക്ഷിക്കണം, കുടുംബവും രക്ഷപ്പെടണം. ഓക്കെ, ആരോഗ്യവും സംരക്ഷിക്കണം, കുടുംബവും രക്ഷപ്പെടണം. അപ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. താഹിറ പറയൂ. താഹിറയുടെ സ്ഥലം? വയനാട്ടിലാണ് സ്ഥലം. എന്ത് ചെയ്യുന്നു നിലവിൽ? വീട്ടമ്മയാണ്. ഓക്കെ, ശരി. ആരോഗ്യവും സംരക്ഷിക്കണം, അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നല്ല രീതിയിലുള്ള സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാവണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇസ് ദർ എനിബഡി വോയിസിൽ വന്നിട്ട് പറയാം? ആർക്കും പറയും. നമ്മുടെ ലക്ഷ്യത്തിലേക്ക്
സാധ്യമായി പെട്ടെന്ന് എത്തുക, അതാണ് വിജയം. ഓക്കെ, ഒരു ഹെൽത്ത് ആൻഡ് ലക്ഷ്യം വെൽത്തും മനസ്സമാധാനവും. എങ്ങനെ? ഹെൽത്ത് ആൻഡ് വെൽത്ത് ആൻഡ് മനസ്സമാധാനം. ഹെൽത്ത്, വെൽത്ത്, മനസ്സമാധാനം. വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ വിജയം എന്ന് പറയുന്നത്. നല്ല ആരോഗ്യം ഉണ്ടാവുക, നല്ല സമ്പത്ത് ഉണ്ടാവുക, അതേപോലെ തന്നെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവുക. സോ ഹീസ് ഹാപ്പി വിത്ത് ദാറ്റ്. നോളജ് ഉണ്ടാവുക, ഹാപ്പിനെസ് ഉണ്ടാവുക, പ്യൂരിറ്റി ഉണ്ടാവുക, ഓക്കെ, ലവ് ഉണ്ടാവുക, ലവ് പിന്നെ ഉണ്ടാവുക, പവർ ഉണ്ടാവുക. പവർ ഉണ്ടാവുക. ഓക്കെ, ഈ പവർ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? പവർ അതായത് എന്താ? മൊത്തത്തിൽ നമ്മളൊരു ഒരു വിജയം, അത് ഒരു എന്താ പറയാ, ഒരു ആധിപത്യം അല്ലെ? ആധിപത്യം. ഓക്കെ, ഓക്കെ, മൊത്തത്തിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും, നമുക്ക് മുകളിലെത്താൻ കഴിയും. ഓക്കെ, ശരി. സർ, നമുക്ക് എന്താ പറയാ, നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടത് നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി. ഇതെല്ലാം നമുക്ക് വരും. ഫിനാൻഷ്യൽ ഫ്രീഡം വരും, ഹാപ്പിനെസ് വരും. നമുക്ക് എന്താ പറയാ, നമ്മൾ ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ സമാധാനം അങ്ങനെ വരും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശ്രീഷ്മ. ഓക്കെ, ശ്രീഷ്മ പറയുന്നു സമാധാനം ഉദ്ദേശിക്കുന്ന സമാധാനം ഇതെല്ലാം വരും. നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ നേടിയെടുക്കും. ഓക്കെ, ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നമുക്ക് സമാധാനം, സന്തോഷം, കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ നേടിയെടുക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡ്, ഒരു ടെക്നിക്ക് പറയാൻ പറ്റും നിങ്ങൾ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്? ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? യെസ്. ഓക്കെ, എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യാറുള്ളത് ഒന്ന് പറയാമോ? ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാറുള്ളത്? കാരണം നിങ്ങളുടെ മെത്തേഡ് മറ്റുള്ള ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആകും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. ശ്രീഷ്മ പറയും, എന്താണ് ഹാർഡ് വർക്കിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പൊ എന്റെ ഫീൽഡ് എന്ന് വെച്ചാൽ ഞാനൊരു ഫാഷൻ ഡിസൈനർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഞാനൊരു എന്റെ മകൻ ഒരു വയസ്സുള്ള സമയത്താണ് ഞാനിത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് മുതൽ ഞാനിപ്പോ എന്റെ മോൻ ഏകദേശം ഒരു 10 വയസ്സാവാറായിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു 10 വയസ്സ് വരെ ഞാൻ ഈ ഒരു എനിക്ക് ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്കൊരു ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതാ വെച്ചാൽ അത്രയും ആ ഫീൽഡ് എനിക്ക് അത്രയും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അപ്പൊ എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ആയിട്ടാണ് ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോയത്. ആ ഒരു എന്താ പറയാ, പഠിക്കാനാണെങ്കിൽ ഇപ്പൊ നമ്മളെ വീട്ടിൽ ഫാമിലി ഉണ്ട്, അപ്പൊ ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ അതൊക്കെ അവിടെ എന്താ പറയാ, നമുക്കത് ചിലപ്പോൾ അവിടെ ഇട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടാണ് ഞാനത് അത് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഇപ്പൊ ഞാനൊരു 4 days ആയിട്ട് ഞാനൊരു ജോബിന് കേറിയിട്ടുണ്ട്. ഞാൻ അതുവരെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മോനൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ രാത്രിയാണെങ്കിലും ഏകദേശം 1 മണി സമയത്ത് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ആ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ നമുക്ക് അത്രയും വർക്ക് അത്രയും ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എല്ലാതും കൂടി ഉള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പകുതി വെച്ചിട്ട് പോകേണ്ട സന്ദർഭങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഞാനത് ഇപ്പോഴും എന്താ പറയാ, നമ്മൾ അതിനോട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴാണ് ഒരു മിനിറ്റ് കിട്ടിയെന്ന് ഞാൻ ആ ഒരു ടൈമിലിരുന്ന് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, സോ എന്റെ ചോദ്യം ഇതാണ്, ലൈക്ക് ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. ശ്രീഷ്മ, അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഹാർഡ് വർക്കിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും, പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. ഓരോ സമയം കിട്ടിയാലും ഓരോ വർക്ക് ഏറ്റെടുത്തിട്ട് അത് സമയബന്ധിതമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് എൻ ഹാർഡ് വർക്ക്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 10 വർഷമായി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു അസറ്റ് ആയിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര പേര് നിങ്ങളെ പറ്റി അറിയാം, മാസത്തിൽ നിങ്ങൾക്ക് എത്ര വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, എത്തിയിട്ടില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ എത്താത്തത്? അതെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റഡി പീരീഡ് ആയിരുന്നു. ഞാനിപ്പോ പ്രോപ്പർ ആയിട്ട് ഒരു ജോബിന് കയറുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഓരോ ഡേയ്സും നമുക്ക് യൂട്യൂബിൽ നോക്കി ചെയ്യാം. നമ്മൾ ഓരോ വർക്കുകൾ എടുക്കുകയാണെങ്കിലും അത് എൻ്റെ ഒരു എഫേർട്ടിൽ നമ്മൾ അവിടുന്ന് പഠിച്ചതോ അല്ലെങ്കിൽ അതൊന്നല്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബേസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളരെ കുറച്ചും കാര്യങ്ങൾ മാത്രമേ നമ്മളൊരു ഇതൊന്ന് പഠിക്കുന്നുള്ളൂ.
പക്ഷെ ബാക്കി കംപ്ലീറ്റ് നമ്മളാണ് സ്വന്തമായിട്ട് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സക്സസ് നമ്മൾ ഒരു ദിവസം കൊണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ജോബിന് കേറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേ സമയത്ത് തന്നെ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം എനിക്കൊരു മോളായിട്ടുണ്ട്. പിന്നെ വീട്ടില് ഇവിടെ മാരേജ് ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ കട്ട് ഔട്ട് ചെയ്ത് ഞാൻ എന്റെ ക്ലാസ് അങ്ങനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇന്ന് ഞാൻ പറയാണ് 4 days ആയിട്ട് ഞാൻ ഒരു ബോട്ടിക്കിൽ ജോബിന് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് മന്ത് മുതൽ എനിക്ക് സാറ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റും എനിക്ക് ഇത്ര ഒരു എമൗണ്ട് ഫിക്സഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറയാണ് എനിക്കൊരു എമൗണ്ട് കിട്ടിയിരുന്നു. പക്ഷെ ഇനി മുതൽ വേണമെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് കിട്ടും എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. അതെന്റെ ഒരു സക്സസ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാനൊരു അടുത്തൊരു പോയിന്റ് ചോദിക്കുകയാണ്. നിങ്ങളുടെ ബൊട്ടീക്ക് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ബൊട്ടീക്ക് തുടങ്ങണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടല്ലോ. അതെ അതെ. അത് എന്ന് സ്റ്റാർട്ട് ചെയ്യും? ഏത് വർഷം സ്റ്റാർട്ട് ചെയ്യും? അതെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു പീക്ക് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഞാനിപ്പോ കേറിയത്. അപ്പൊ ആ ഒരു സമയത്ത് അത്രയും ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ജോബ് അങ്ങനെ കിട്ടിയിട്ട് ഞാൻ പോയത്. അപ്പൊ അവരുടെ അടുത്ത് ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു 3-3.5 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടാണ്. എന്ന് വെച്ചാല് എന്റെ ആശയം അവരുടെ ആശയം സെയിം ആയിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടത് എന്നെ പോലത്തെ ഒരാളെയും എനിക്ക് വേണ്ടത് അവരെ പോലത്തെ ഒരു ഇതായിരുന്നു എനിക്ക് ഉദ്ദേശിച്ചത്. അപ്പൊ രണ്ടുപേർക്കും ഒരേ സംഭവം കിട്ടിയത് കൊണ്ട് ഞാൻ അവിടെ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോ. കാരണം വെച്ചാൽ അവർ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന അവർക്ക് എന്നെക്കൊണ്ട് എന്റെ കഴിവ് എന്താണെന്നുള്ളത് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ഥാപനത്തിന്റെ ഇത്ര പെർസെന്റേജ് വെച്ചിട്ട് എനിക്ക് തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലും കൂടുതൽ എനിക്ക് എന്താ ഇപ്പത്തെ എന്റെ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കിപ്പോ ഒരു ബോട്ടിൽ സ്റ്റാർട്ട് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ അത്യാവശ്യം ഒരു എമൗണ്ട് വേണം. 20 lakhs എബവ് വേണം. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഒരു 10 lakhs എങ്കിലും ചുരുങ്ങിയത് വേണം. പക്ഷെ എന്നെ ഇപ്പൊ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 5 അല്ലെങ്കിൽ ഒരു 2 years 3 years വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ അത്രയും എക്സ്പീരിയൻസ് പ്ലസ് ഇത്രയും പ്രോഫിറ്റ് എനിക്ക് കിട്ടും. അതിനുശേഷം ഞാൻ തുടങ്ങാതിരിക്കണമെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ടായിരിക്കും. ഞാൻ ഇപ്പൊ തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 1 month കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ട് ചെയ്യണതിനേക്കാളും അത്രയും സൂപ്പർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മേ ബി നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു 5 വർഷം ആകുമ്പോഴേക്കും, ഇനി ഇവിടുന്ന് അങ്ങോട്ട് 5 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ബൊട്ടീക്ക് ഇട്ടിരിക്കും. Am I right? Yes, very good, fantastic. സോ ശ്രീഷ്മയുടെ ഈ ഒരു എക്സാമ്പിൾ, ശ്രീഷ്മയുടെ ഒരു പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ജേണിയുടെ, അതായത് 15 വർഷം എടുത്തിട്ട് സ്വന്തമായിട്ടൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു സ്വപ്നം, 15 വർഷത്തോളം ക്ഷമയോട് കൂടി അതിന് പൊരുതാനുള്ള ആ ഒരു ക്ഷമയുണ്ട്, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, കാര്യങ്ങൾ സംഗതികളെല്ലാം ഉണ്ട്. ഇനി ശ്രീഷ്മ, ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീഷ്മ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൂളുകൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ. അതെ, ഞാൻ ചെയ്യാറുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കണം, നമ്മളിവിടെ നമ്മളെ തോൽപ്പിക്കാനായിക്കോട്ടെ, നമ്മുടെ മനസ്സിനെ തളർത്താൻ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിലുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമുക്ക് എങ്ങനെയാണ്, ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് പാട്ടുകൾ നല്ല ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ആ ഒരു പാട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പെട്ടെന്ന് ചേഞ്ച് ആയി പോകും. അതേപോലെ നമ്മൾ സോങ്സ് കേൾക്കുക, അതിപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണ്. ഇപ്പൊ ഞാൻ മൂവീസ് കാണാറുണ്ട്, നല്ല കോമഡി മൂവീസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ഫിലിം തിയേറ്ററിലൊക്കെ പോയിരുന്ന് കണ്ടാണ്ടല്ലോ, നമുക്ക് പിന്നെ ആ ഒരു മൈൻഡേ ഉണ്ടാവില്ല. നല്ലൊരു കോമഡി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരാം. അങ്ങനെ ഒരുപാട് ടെക്നിക്സ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ എന്താണ് ഇതല്ലാതെയുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കാറുണ്ടോ? പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക. ഓക്കെ, പ്രാർത്ഥന നല്ലൊരു ടെക്നിക്കാണ്. വേറെ ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ടോ? സിംപ്ലി പിന്നെ ഇല്ല. എന്താണ്? അവിടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കട്ടോ. ശ്രീഷ്മയ്ക്കുള്ള ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക്, ഉപയോഗിക്കാവുന്ന ടെക്നിക്കാണ് അടുത്തൊരു സംഗതി ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ശ്രീഷ്മ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 10 വർഷം എടുത്തത് എന്നുള്ളത് ഈ ടെക്നിക്ക് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് എന്തുകൊണ്ട് 10 വർഷം എടുത്തു? ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരാൾ ഒരു മേഖലയിലേക്ക് ഇറങ്ങി അയാൾക്ക്
ആ മേഖലയിൽ നിന്ന് തീർച്ചയായിട്ടും അനുഭവ സമ്പത്ത് നേടിയെടുക്കണം. 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക സ്വന്തമായിട്ടൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തതിന്റെ റീസൺ ആണ് ഞാൻ പറയുന്നത്. 10 വർഷമായിട്ടും റീസൺ. പക്ഷെ അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അതും ഒരു വഴിയാണ്, അതും ഒരു നല്ലത് തന്നെയാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ശ്രീഷ്മ. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് അച്ചീവ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യുകയും റിസൾട്ട് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 2 കാര്യങ്ങൾ ടെക്നിക്ക് ഒരു വളരെ പവർഫുൾ ആയിട്ട് ടെക്നിക്കാണ്, മൈൻഡ് പവർ ടെക്നിക്കാണെന്ന് വെച്ചാൽ നമ്മളുടെ 36,000 മുതൽ 60,000 ചിന്തയിലെ 80% ചിന്ത എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമാകുന്ന ഒരു അവസ്ഥയുണ്ടാവണം. അപ്പൊ നമുക്ക് ഇന്നൊരു EFT കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ശ്രീഷ്മ ഓൾറെഡി എന്താ വെച്ചാൽ പല പ്രോഗ്രാമുകൾ പല മെത്തേഡുകളും കാര്യങ്ങളും ഒക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില മൈൻഡ് പവർ ടൂളുകളുണ്ട്. നമ്മളുടെ മൈൻഡിന്റെ പവർ, അപാരമായ പവർ കൂട്ടുന്ന തരത്തിലുള്ള സംഗതികൾ, ചില ടൂളുകൾ. ആ ടൂളുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 ഇരട്ടി റിസൾട്ടാണ്. അതായത് നമുക്ക് 10 വർഷം കൊണ്ട് എടുക്കുന്ന സംഗതി 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. 10 വർഷം കൊണ്ട് കിട്ടുന്ന റിസൾട്ട് 15 വർഷം കൊണ്ട് കിട്ടുന്ന റിസൾട്ട് 1 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇതിലെ ചില ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്താ വേണ്ടത്? നമ്മളുടെ മൈൻഡ് പവർ പോലുള്ള ടൂളുകൾ, അതല്ലെങ്കിൽ EFTയിൽ ഉപയോഗിക്കുന്ന ടൂൾ. EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലുള്ള സംഗതികളാണെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ട് ചെയ്യുന്നു, ഒരു കോമഡി മൂവീസ് കാണുന്നു, അല്ലെങ്കിൽ ഒരു തമാശകൾ വീഡിയോസ് കാണുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ സ്ട്രെസ്സിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സിനിമ കാണുന്നു. ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ അതിൽ നമ്മൾ ഫ്രീ ആയി വരും. പക്ഷേ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊന്നും അല്ലാതെ ഇതിലേറെ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു വിഷമിപ്പിക്കുന്ന സാഹചര്യം പോലും നമ്മളെ ബാധിക്കാത്ത, തളർത്താത്ത സാഹചര്യത്തിലൂടെ നമുക്ക് പോകാൻ പറ്റും. കാരണം നമ്മളുടെ ലൈഫിൽ നമുക്കുണ്ടായിട്ടുള്ള ട്രോമാസ് ഹീൽ ചെയ്യുകയും അതേപോലെ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന ചലഞ്ചസോ സംഗതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഉള്ളിൽ എന്തായിരിക്കണം? വളരെയധികം നല്ല രീതിയിൽ എനർജി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ഇവിടെ തന്നെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ള ബിന്ദു മാം പോലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവർക്കൊക്കെ അറിയാം, ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ടെക്നിക്കുകൾ ഇവർ പഠിച്ചിട്ടുണ്ട്. അതിലൊരു ടെക്നിക്കാണെന്ന് വെച്ചാൽ എനർജി മെഡിസിൻ ടെക്നിക്ക്. എനർജി മെഡിസിൻ അപ്ലൈ ചെയ്യാതെ പറയും. എനർജി മെഡിസിൻ എന്ന് പറയുന്ന നമ്മളുടെ കംപ്ലീറ്റ് എനർജിയും ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താ വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ തുറച്ച് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും. ഇത് മാത്രമാണോ നമ്മുടെ മറ്റൊരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഇതിന് സൊല്യൂഷൻ കാണാൻ കഴിയുന്നില്ല. 10 വർഷം എടുത്തതിന് ശേഷമാണ്, ഈ 10 വർഷം എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു 5 വർഷമോ അല്ലെങ്കിൽ 4 വർഷമോ ഒക്കെ എടുക്കുന്ന ആ സമയത്ത് തന്നെ ശ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ബിസിനസ് ഓണറെ കണ്ടെത്തുകയും ആ ഓണറോട് സംസാരിക്കുകയും ആ ഓണർക്ക് അന്നും ഇതേ പാഷൻ ഉണ്ട്, ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ പാഷൻ ഉണ്ടായിരുന്ന, കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന സമയമായിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയുക ബുട്ടീക്ക് തുടങ്ങണം, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന സമയമായിരുന്നു അന്ന്. പക്ഷെ അന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ അറിയുമായിരുന്നെങ്കിൽ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട്. ആ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അതേപോലെ മറ്റൊരു മെത്തേഡാണെന്ന് വെച്ചാൽ ലെവറേജ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. ദ പവർ ഓഫ് ലെവറേജ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അതുപോലെ മറ്റൊരു മെത്തേഡാണ് അഫർമേഷൻസ് എന്ന് പറയുന്ന മെത്തേഡ്. അതുപോലെ മറ്റൊരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അതുപോലെ മറ്റൊരു മെത്തേഡാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്ന മെത്തേഡ്. അതുപോലെ മറ്റൊരു മെത്തേഡാണ് മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ മൈൻഡിനെ ആൾട്ടർ ചെയ്യുന്ന റീപ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് എന്ത് സംഭവിക്കും? ചേഞ്ചസ് വരും. ഷെഫീലിനെ സംസാരിക്കണം. സാർ ഞാൻ പറയാം. പറഞ്ഞോളൂ. അതായത് ഞാൻ ഏകദേശം ഒരു 2020 കൂടി എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ടൈമായിരുന്നു. ആ ഒരു സമയത്താണ് ആക്ച്വലി വൺ മിനിറ്റ് ഖദീജ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഞാൻ അവരെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോകും. ഓക്കെ, പറഞ്ഞോളൂ ഷെഫീൽ. ഞാൻ 2020 ഞാൻ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത ആകെ ഒരു നെഗറ്റീവ് മൈൻഡുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ആക്ച്വലി. അന്നാണ് ഞാൻ ആക്ച്വലി ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഒരു കോഴ്സ് ചെയ്തതും ഇതിലേക്ക് കൂടുതൽ ഞാൻ എത്തിപ്പെട്ടതും ഈ ഒരു മേഖലയിലേക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ. അതായത് അന്നത്തെ എന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്കൊരു 60 ലാഖോളം കടം ഉണ്ടായിരുന്നു ആക്ച്വലി. ഒന്നുകിൽ എനിക്ക് ആ ഒരു കടം കൊടുത്ത് തീർക്കാം, അല്ലെങ്കിൽ എന്റെ ബിസിനസ് പുതിയതായിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് അന്ന് വന്നത്.
ആ ഒരു സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഞാൻ ഇന്ന് ഈ സക്സസ് ആയിട്ട് ഞാൻ ഇരിക്കുന്നത് ആക്ച്വലി. അന്ന് ഞാൻ എടുത്ത തീരുമാനത്തിൽ എൻ്റെ ഒരു കടങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ ഒരു സ്ഥാനത്ത് നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഇന്ന് ഞാൻ ഒരു 8ഓളം ആളുകൾക്ക് ജോബ് കൊടുക്കുന്നുണ്ട് ആക്ച്വലി. എനിക്കൊരു 3 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 2-3 ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. ഈ ഒരു ലെവലിൽ എത്തിയത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ സാറിന്റെ ഈ ലാസ്റ്റ് EFT കോഴ്സിൽ ഞാൻ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക് പെട്ടെന്ന് വരാത്തത് എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് എൻ്റെ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു EFTന്റെ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു ബ്ലോക്സ് എല്ലാം എനിക്ക് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ വിഷൻ ബോർഡിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് എന്താ പറയാ ഇപ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ ഞാൻ ലാസ്റ്റ് വീക്ക് സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു വണ്ടി വാങ്ങി. അതിൽ ഇവിടെ ഞാൻ 2 വേറെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വേറെ 2 ഹോൾസെയിൽ വാൻ ഞാൻ വാങ്ങി. ലൈഫിൽ എന്താ പറയാ ഈ ഒരു കോഴ്സിൽ വന്ന പിന്നെ ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡിലും അതുപോലെ തന്നെ ഭയങ്കര സക്സസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ്വലൈസേഷൻ അതുപോലെ തന്നെ അഫർമേഷൻസും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ 100% ഉറപ്പാണ്. ഞാൻ ഇതിൽ നിന്ന് കറക്റ്റ് കിട്ടിയതാണ്. ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ കോഴ്സിൽ വന്ന പിന്നെ എനിക്ക് വന്ന മാറ്റങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കുക എന്നതിൽ മുകളിലാണ്. ഇപ്പോഴും ഓരോരോ സ്റ്റെപ്പ് ഇപ്പം എന്റെ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച എല്ലാ അച്ചീവ് ലിസ്റ്റും എനിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഈ കോഴ്സിൽ ആരെങ്കിലും പങ്കെടുക്കാൻ ബാക്കിയുള്ള ഡൗട്ട് വെച്ച് നിൽക്കേണ്ട, ധൈര്യപൂർവ്വം മുമ്പോട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. അതായത് ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സമയത്ത് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ഷെഫീൽ. അതായത് ഷെഫീൽ ഇപ്പൊ സംസാരിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. നമ്മളുടെ 30 ദിവസത്തെ 30 ഡേയ്സ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് നടക്കുന്നുണ്ട്. അത് ഇന്നാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ടാണ്. ഏകദേശം ഇന്നലെ 3 സീറ്റ്സ് ബാക്കി ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 1 സീറ്റ് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവരൊറ്റ സിംഗിൾ സീറ്റിലേക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. അതിന് കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോ നമ്മളുടെ ഇതിലെന്ത് വെച്ചാല് ഇദ്ദേഹത്തിന്റെ ഒരു റിസൾട്ടിന്റെ കാര്യം പറയാം, എന്താ സംഭവം എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇദ്ദേഹം വരികയും പ്രോഗ്രാമിൽ പറഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അദ്ദേഹം. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് അടുത്ത പറയാനുള്ളത്. ശ്രീഷ്മയുടെ ലൈഫിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംഭവിച്ച രീതി എങ്ങനെയാണ്? അത് അതിൻ്റെതായിട്ടുള്ള ഒരു പരിമിതമായ രീതിയിൽ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഇതിലേറെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഗതിയാണത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ട പണം വരിക, നമുക്ക് വേണ്ട ആശയങ്ങൾ വരിക, നമുക്ക് വേണ്ട വ്യക്തികൾ വരിക, നമുക്ക് വേണ്ട അവസരങ്ങൾ വരിക, നമുക്ക് വേണ്ട ഇതെല്ലാം നമ്മളിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് വേണ്ട പണം അത് നിങ്ങളിലേക്ക് വരികയാണ്. എവിടെ നിന്നറിയില്ല, അറിയില്ല, വളരെ പവർഫുൾ ആയിട്ട് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരികയാണ്. എങ്ങനെ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് വേണ്ട പണം നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾക്ക് വേണ്ട അറിവുകൾ നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ കൊണ്ടുതരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നല്ല സമ്പൽ സമൃദ്ധി ഇത് നിങ്ങളിലേക്ക് വരുന്നു. നല്ല കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് വരുന്നു, നല്ല ആശയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഇതെല്ലാം നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വരുന്നൊരവസ്ഥ. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വിഷയം അദ്ദേഹം 2018 പഠിക്കുന്നതിന് ശേഷം കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്രാവശ്യം EFT ചെയ്തപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും സ്ട്രഗിൾ ആകുന്നതിന്റെ കാരണം എന്താണ്? കാരണം പല ആൾക്കാർക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ലോ ഓഫ് അട്രാക്ഷൻ പലപ്പോഴും അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, നമ്മൾ എന്താണോ നമ്മളുടെ ഉള്ളിലുള്ള എനർജി എന്താണോ, ആ എനർജിയെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞു. അതിനാണ് നേരത്തെ പറഞ്ഞ എനർജി മെഡിസിൻ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൊ നമ്മുടെ ഈ കോഴ്സിൽ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് 10 ഡേയ്സ് ലൈവ് ട്രെയിനിങ്ങും അത് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഹീല് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ അസുഖങ്ങൾ മാറുന്നു, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ബെറ്റർ ആവുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ വരുന്നു, ആശയങ്ങൾ വരുന്നു, കഴിവുകൾ വരുന്നു, സംഗതികൾ വരുന്നു. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മണി ഫ്ലോ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതുവരെ നിങ്ങൾ എടുക്കാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു, നിങ്ങൾ റിസ്ക് എടുക്കുന്നു, നിങ്ങൾ ഒരു അവസരത്തിൽ നിന്ന് അടുത്ത അവസരത്തിലേക്ക് പോകുന്നു. ഷിഫിലിന് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്ന് വെച്ചാൽ ഓരോ വെച്ചടി കയറ്റമാണ്. ഇതിന് ചെയ്യേണ്ട ഒരു കാര്യത്തിലുള്ളൂ നമ്മുടെ അവയർനെസ് എപ്പോഴും എന്ത് ചെയ്യുക, ഹയർ റേഞ്ചിൽ നിർത്തുക. സീക്രട്ട് ഇതാണ്, അവയർനെസ് ഹയർ റേഞ്ചിൽ നിൽക്കുക. അതായത് നമ്മൾക്ക് 2 തരത്തിലുള്ള എനർജി ഉണ്ട്. ലോ ഫ്രീക്വൻസി എനർജി ഉണ്ട്, ഹയർ ഫ്രീക്വൻസി എനർജി ഉണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സുകൾ വരുന്ന എനർജി ഉണ്ട്. നമ്മൾ ഡൗൺ ആയി പോകുന്ന എനർജി, ഇങ്ങനെ കുറഞ്ഞു പോകുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിൽക്കരുത്. നമ്മൾ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കും.
അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് ആ എനർജി ഹൈ ആക്കി നിർത്തുക എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ് നമ്മുടെ കോഴ്സ്. ആ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, ബിക്കോസ് ആ കോഴ്സിന്റെ രീതി എങ്ങനെയാണ്, അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഓരോ തവണയും നമ്മൾ എന്താ വെച്ചാല് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ 1 minute അൺമ്യൂട്ട്. ഖദീജ പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ ഓക്കെ. നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ നോക്കാം, ഷെയർ ചെയ്തിട്ടുള്ളത്. ഐ വിൽ ഷോ യു. അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് അയാൾ ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തർക്കും പല രീതിയിലാണ് അവരുടെ ലൈഫിൽ റിസൾട്ട് വരുന്നത്. ഇന്നത്തെ പ്രോഗ്രാം വളരെ ഒരു ഉപകാരപ്രദമായി എന്ന് 100% പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. സാറ് വളരെ മനോഹരമായ ട്രെയിനിങ് മെത്തേഡുകളും ഇന്നത്തെ പ്രോഗ്രാം വളരെ ഒരു ഉപകാരപ്രദമായി എന്ന് 100% പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. സാറ് വളരെ മനോഹരമായ ട്രെയിനിങ് മെത്തേഡുകളും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ സ്ട്രെസ്, അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ടിപ്സുകൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ അനുഭവം നേരിട്ട് കാണുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ EFT യെ കുറിച്ച് കൂടുതൽ അറിയാനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്ന് ശരിക്കും ഒരു ബേസിക് ആണ് EFT യുടെ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്നുള്ള EFT യുടെ എല്ലാ ക്ലാസ്സുകളും കോഴ്സുകളും അറ്റൻഡ് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ട് EFT ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഷംസാർ വലിയൊരു പിന്തുണയും ഒരു പ്രോത്സാഹനവും ഈ മേഖലയിൽ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഷംസാർ പിന്തുണ ഉണ്ടാവും എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ റിസൾട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിലും ഈ വോയിസ് കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാണ്, ഒരിക്കലെങ്കിലും EFT എന്ന ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയും സ്വയം അത് അനുഭവിച്ചറിയുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഏറെ ആശംസിക്കുകയാണ്. അപ്പോ നമ്മളുടെ ഈ ഒരു EFT എന്ന് പറയുന്ന ഒരു കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുടെ ലൈവായിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ഇപ്പൊ ഈ കേട്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ ലൈഫിൽ എന്ത് സംഭവിക്കുകയാണ്, അവർ ആഗ്രഹിക്കുന്ന അവസരങ്ങൾ നമ്മളിലേക്ക് വരികയാണ്. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം 15 വർഷം എടുക്കും. ഈ 15 വർഷം നമുക്ക് എങ്ങനെ 1.5 വർഷത്തിലേക്ക് ചുരുക്കാൻ പറ്റും, അല്ലെങ്കിൽ 3 വർഷത്തിലേക്ക് ചുരുക്കാൻ പറ്റും, 2 വർഷത്തിലേക്ക് ചുരുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം അതാണ്. നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആക്കുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതിന് ഇത്രയേ ഉള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി എപ്പോഴും ഹൈ ആക്കി നിർത്തുക, നമ്മുടെ എനർജി ഡൗൺ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഫീലിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ചിന്തകൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് തന്നെ അതായിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ ഫീലിങ്സ്, നമ്മൾ ഡൗൺ ആയി പോവുക, നമ്മൾ വിഷമിച്ചു പോവുക, നമ്മൾ സങ്കടത്തിലൂടെ കടന്നു പോവുക, പ്രയാസത്തിലൂടെ കടന്നു പോവുക, ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീലിംഗ് നടക്കണം. കാരണം ഇത് ഓട്ടോമാറ്റിക്കാണ്. ഈ ഫീലിങ്സ് ഇങ്ങനെ വരുന്നത് ഓട്ടോമാറ്റിക്കാണ്. യെസ് ഓർ നോ? നമ്മുടെ ഫീലിങ്സ് നമ്മൾക്ക് വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? എത്ര പേർക്ക് ശരിയല്ലേ? നമ്മളുടെ ഫീലിങ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. നമുക്കത് നിയന്ത്രിക്കണം എന്ന് എത്ര പറഞ്ഞാലും നിയന്ത്രിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. പലപ്പോഴും അതെന്തായി മാറും, അതൊരു പ്രയാസമുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്, അല്ലേ? പ്രയാസമുള്ള ഒരു സംഗതിയായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകരുത്. നമുക്കതെന്തായിരിക്കണം,
അത് ബാധിക്കാത്തൊരവസ്ഥ വരണം. അപ്പം അതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹീലിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ വേദനകൾക്ക് കാരണമായിട്ടുള്ളത് ചെറുപ്പത്തിലുള്ള നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും അതിൻ്റെ ഓർമ്മകളും വേദനകളുമാണ് നമ്മൾ എപ്പോഴും ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ദിവസം എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഉഷാറില്ല, ഉന്മേഷമില്ല, ആവേശമില്ല. ആ ഉഷാറും ഉന്മേഷവും ഇല്ലാത്തതിൻ്റെ കാരണം തേടി പോകണം. അത് നമ്മൾ തേടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുഞ്ഞുനാളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് ആണ് ഇതിന് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ആ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വരണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ 1 more സീറ്റ് ബാക്കിയുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, ശ്രമം ഉണ്ടാവണം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു ഇനി വരുന്ന അടുത്ത ബാച്ച് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തിലോ പിന്നീടുള്ള മാസത്തിലോ വരുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ ഒരു പ്രൈസ് എന്താ വെച്ചാൽ കൂടുകയും ചെയ്യും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഈ ഒരു ബാച്ചിലേക്ക് തന്നെ വരാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഇതേപോലെ സിമിലർ സ്റ്റോറി, ഇൻസ്പയറിംഗ് സ്റ്റോറി, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെത്തേഡുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ആ അപ്ലൈ ചെയ്യുന്ന മെത്തേഡുകൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഇപ്പോൾ ശ്രീഷ്മ ഇവിടെ ഷെയർ ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് ടെക്നിക്കാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും മൈൻഡ് പവർ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടോ, ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടോ, ഇസ് ദർ എനി ടെക്നിക്ക് ദാറ്റ് യു ആർ യൂസിങ്? അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള സ്മാർട്ട് ആയിട്ടുള്ള, നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ശ്രീഷ്മ ചെയ്യുന്നത് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. ഹാർഡ് വർക്ക് പോരാ, സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. സ്മാർട്ട് വർക്കാണ് ലെവറേജ്. സ്മാർട്ട് വർക്കാണ് എന്താ വെച്ചാൽ 80-20 പ്രിൻസിപ്പിൾ. സ്മാർട്ട് വർക്കാണ് എന്ത്, നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ്. ഇപ്പം നിങ്ങൾ അവിടെ ആ ഒരു ഓണറുമായിട്ട് ചെയ്യുന്ന സ്മാർട്ട് വർക്കാണ്. അപ്പോൾ ആ 2-3 വർഷം കൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് തീർച്ചയായിട്ടും പോസിബിൾ ആക്കി എടുക്കാം. ദാറ്റ്സ് എ സ്മാർട്ട് വർക്ക്. സ്മാർട്ട് ആയിട്ടുള്ള ഒരു വർക്കാണ്. പക്ഷെ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ബിസിനസ് ഓണർ നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കണം. അവർ പെട്ടെന്ന് നിങ്ങളോട് എന്താ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ രീതിയിലുള്ള ഒരു തീരുമാനം നിങ്ങളോട് പറയണം. അത് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനാണ് എനർജി വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ എനർജി വർക്കാണ് നമ്മൾ പറയുന്നത് EFTയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന്, ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ, ഒരു 3 വർഷം നിങ്ങൾ കണ്ടത്, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളെ അവരൊരു പാർട്ണറാക്കി, അല്ലെങ്കിൽ നിങ്ങളെ ഒരുമിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് നടത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന കുറേ മെത്തേഡുകളുണ്ട്, എഴുതി പ്രാക്ടീസ് ചെയ്യാവുന്ന മെത്തേഡുകളുണ്ട്. അതേപോലെ തന്നെ മൈൻഡ് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന മെത്തേഡുകളുണ്ട്. ടാപ്പിംഗ് എന്ന് പറയുന്ന നമ്മുടെ EFTയിൽ പഠിപ്പിക്കുന്ന മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന മെത്തേഡുകൾ. ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇതൊക്കെ പഠിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ പഠിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിലേക്കുള്ള ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്പീഡ് വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ ഒരു 10 വർഷം 15 വർഷം കൊണ്ടൊക്കെയാണ്. അപ്പൊ ഇനി അത് പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് റിസൾട്ട്, നല്ല റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറയണം. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഓഫർ ഉണ്ട്. പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് എന്താ വെച്ചാൽ ഓഫർ ഉണ്ട്. 2000 rupees ഡിസ്കൗണ്ട് ഉണ്ട്. അടുത്ത ബാച്ചിൽ ഇത് അവൈലബിൾ അല്ല. കോഴ്സിന്റെ പ്രൈസും കൂടുന്നതാണ്. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുക, പ്രോഗ്രാമിലേക്ക് വരിക, നമ്മുടെ കൂടെ കൂടുക. ആ ഒരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പൊ ഇതേപോലെ എനിക്ക് നിങ്ങളോട് വേറെ ആരെങ്കിലും ഇതേപോലെ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യാന്നുള്ളതല്ല, ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയും. നിങ്ങളുടെ സ്റ്റോറി കേൾക്കാൻ താല്പര്യമുണ്ട്. ഹു ഇസ് റെഡി ടു ഷെയർ? ആരാണ്? നിങ്ങൾ എന്താണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത്? എന്തെങ്കിലും മെത്തേഡുകൾ പറഞ്ഞോളൂ. ഹലോ, ഞാനിപ്പോഴും എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ ഹാർഡ് വർക്ക് ആയിരുന്നത് ഉള്ള സമയം മുഴുവൻ 2-3 സെക്ഷനിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ലക്ഷ്യത്തിന് 18% എത്തുന്നുള്ളൂ. അത് 2 വർഷത്തിനുള്ളിലാണ് ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ മകന്റെ കെയർ ഒരു വഴി വന്നിട്ടുണ്ട്. ഹൈ റിസ്ക് ഉള്ള പരിപാടിയാണ്. ആദ്യം ശരി അടിച്ചു കളിച്ചാലും ഇപ്പൊ ഹൈ റിസ്കിൽ അതിൽ ഇറങ്ങിയിട്ടുണ്ട്.
അത് ഉദ്ദേശം ആര് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ 3-4 മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ പോയിന്റിലേക്ക് എത്തുന്നതാണ് വിശ്വസിക്കുന്നത്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതായത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ? അത് അഫർമേഷനും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. പിന്നെ ഒരു ഹൈ റിസ്ക് എടുത്തിട്ട് ബാംഗ്ലൂർ 2 മാസത്തോളമായി അതിന് വേണ്ടി അതിന്റെ പിന്നാലെ ഞാനും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിക്ക്. വിഷ്വലൈസേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ടാപ്പിംഗ് ചെയ്യണം, എനർജി ചേഞ്ച് ആവാതെ നോക്കണം കേട്ടോ. ഓക്കെ, എനർജി ചേഞ്ച് ആവാതെ സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, താഹിറ പറഞ്ഞോളൂ. ചില സമയങ്ങളിൽ നെഗറ്റീവ് ന്യൂസ് വന്നെങ്കിലും പിന്നെ രണ്ടാമത് പോസിറ്റീവൊക്കെ പെട്ടെന്ന് എത്താൻ ശ്രമിക്കാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഡൂയിങ്. നമ്മുടെ EFT പ്രോഗ്രാം ചെയ്ത ആളാണോ ഇക്ബാൽ ഖാൻ? അല്ലെ, മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ട്. അപ്പൊ EFTയിലുള്ള മെത്തേഡുകൾ, ടാപ്പിംഗ് ഒക്കെ എല്ലാം അറിയാൻ നമ്മുടെ ടാപ്പിംഗ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ടാപ്പിംഗ് കമ്മ്യൂണിറ്റി, അതാണ് നമ്മുടെ മറ്റൊരു ബെനിഫിറ്റ് കേട്ടോ. അതായത് ഇക്ബാൽ ഖാൻ നമ്മുടെ കോഴ്സ് ചെയ്തിട്ട് കുറെ ആയി, പക്ഷെ ഇപ്പോഴും നമ്മളുടെ ഹീലിംഗ് ജേർണിയിൽ നമ്മളുടെ ആ ഒരു മോർണിംഗിലെ ആ ഒരു ടാപ്പിംഗിൽ വന്നിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ഓരോ പുതിയ പുതിയ ചാലഞ്ചസ്, ട്രോമാസ് കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ലൈക്ക് ഇക്ബാൽ ഖാൻ എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ് ഒന്ന് പറയാമോ? അതായത് നിങ്ങൾ നമ്മുടെ ഒരു ഇപ്പോഴും നിങ്ങൾക്ക് ആ ഹീലിംഗ് കിട്ടുന്നത് കൊണ്ട് ഉപകാരമുണ്ട് നമ്മുടെ ടീമിലേക്ക് വന്നിട്ട് മോർണിംഗിലെ ജോയിൻ ചെയ്യുന്നത് കൊണ്ട്? വളരെ മനസ്സമാധാനം കിട്ടുന്നുണ്ട്. പോസിറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി പുതിയ കോഴ്സിനൊക്കെ ചേരണമെന്നുണ്ട്. ഓക്കെ, ഒരു കാര്യങ്ങളുണ്ട്. അതായത് തീർച്ചയായിട്ടും നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ, നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി വരാനിരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് ഇക്ബാൽ ഖാൻ? വരാൻ താല്പര്യം? നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വളരെ ചെറിയൊരു തലവേദന തന്നെ 10,000-12,000 രൂപ തീരും. അത് നമ്മുടെ ജീവിതത്തിന് ഒരു ചെറിയ ഭാഗത്ത് റിസ്ക് എടുക്കുക. പോയാൽ 10,000-12,000 രൂപ പോകും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ടൈം അതിനോട് വളരെ ലക്ഷക്കണക്കിന് ഉപകാരം കിട്ടും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഷെയറിങ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് ആക്ച്വൽ 12,000 രൂപയോളം വില വരുന്ന കോഴ്സ് ഫീ ആണ്. ഓക്കെ, ആ ഒരു കോഴ്സ് ഫീ ആണ് നമുക്കിപ്പോൾ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 8,000 റുപ്പീസിന്. നെക്സ്റ്റിൽ ഇനി ആ ഒരു ഓഫറോ കാര്യങ്ങളോ ഉണ്ടാവില്ല. സോ കം ടു ദ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്തായാലും വരിക. നമ്മളുടെ ആ ഒരു ഓഫർ പ്രൈസിൽ ഇപ്പൊ തന്നെ അവൈലബിൾ ആക്കാൻ ശ്രമിക്കട്ടെ, യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. പങ്കെടുക്കാൻ താല്പര്യമുള്ള, കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്പർ താഴെ കൊടുക്കാൻ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. സോ ഇഫ് യു ഹാവ്, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അവസാനമായിട്ട് നിൽക്കുന്ന ഒരൊറ്റ വേക്കൻസി കൂടെ ഉണ്ട്. ആ വേക്കൻസി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ ഇട്ടോളൂ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ ബന്ധപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചാറ്റിൽ നമ്മുടെ ടീം മെമ്പേഴ്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഇവിടെ നമ്പർ ഇവിടെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. കൊടുത്തുള്ള നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വിളിക്കാവുന്നതാണ്. സോ കം ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, മറക്കരുത്. ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ്, പറഞ്ഞു. എനിക്കിതിലിപ്പോ സംസാരിച്ച ശ്രീഷ്മ മാമിനോടാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് EFT ഒരു മുതൽക്കൂട്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് ആവശ്യമാണ്. നിങ്ങൾ ഈ കോഴ്സിലേക്ക് വരിക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും ആയിട്ടാണ് പറയുന്നത്. ശ്രീഷ്മ മാം സംസാരിച്ചുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അതെ. അതുപോലെ ലൈഫില് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോ ചാടി പിടിച്ചോണം. ചെറിയൊരു പുൽന്താമ്പ് നമ്മൾ തീക്കൊടിയാക്കി പാറി പിടിച്ചോണം. എപ്പോഴും നിങ്ങൾക്ക് അവസരമൊന്നും നമ്മുടെ ലൈഫിലേക്ക് വരില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്താണ്. പക്ഷേ EFTയിൽ ജോയിൻ ചെയ്യുന്നുള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ അത് ഭയങ്കര പവർഫുൾ ആണ്. അത് ഈ ഒരു അവസരത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പം ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി. 8,000 എന്നൊരു ക്യാഷ് അല്ല, നമ്മളെ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റിയ ടൂളാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആവേശത്തോടു കൂടി പറയുന്നത് എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും. അതായത് ഇപ്പൊ ഷിഫിൽ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മുടെ മുൻപിലേക്ക് ചില അടയാളങ്ങളായിട്ട് വരുന്നതാണ് ഓരോ അവസരങ്ങൾ. അത് നിങ്ങളിപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയത് ഒരു അടയാളമാണ്. നിങ്ങൾക്ക് വലിയ ഉപകാരമല്ലേ നമ്മുടെ മെഡിറ്റേഷൻ നിങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ചില അവസരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് നമുക്ക് തോന്നും. ഈ ഒരു കോഴ്സ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ഞാനിപ്പോൾ കേട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ കേട്ടത്? ബിക്കോസ് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട്. കാരണം ഈ യൂണിവേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്, ഇവിടെ വന്ന് ഫീൽ ചെയ്ത സംഗതികൾ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, നിങ്ങൾ അതിലേക്ക് വരണം, നിങ്ങൾ ഇത് പഠിച്ചെടുക്കണം, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു നിങ്ങളുടെ ഒരു ഉള്ളിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, നിങ്ങൾ ഇതിലേക്ക് വരണം എന്നുള്ള സംഗതി. ആ ഒരു സംഗതിയാണ് എന്താ വെച്ചാൽ
ആ തോന്നല്, അതായത് ലൈഫ് മാറണം, ലൈഫ് ചേഞ്ച് ചെയ്യണം, ലൈഫിൽ മാറ്റങ്ങൾ വരണം എന്ന ആ ഒരു തോന്നലാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും വരികയാണെന്ന് വെച്ചാൽ പുതിയൊരു ഇൻഫർമേഷൻ വരും, ഒരു കോഴ്സ് വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്, ഇതിൽ ഇത്രയും റിസൾട്ട് ഉണ്ട്, ആൾക്കാർ അതിനെക്കുറിച്ച് നല്ലത് പറയുന്നു, അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യും, ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ. എന്തുകൊണ്ട് നിങ്ങളത് കേൾക്കണം ഇന്ന് ഈ രാവിലെ മോർണിംഗിൽ? ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ്. അവർ പഠിച്ചത് അവർ അപ്ലൈ ചെയ്യണം. ചില ആൾക്കാർ എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലോ ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം. അതല്ലാത്ത പുതിയ ആൾക്കാർക്ക് ഇത് എന്താണ്? ഈ ഒരു കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ യു ഷുഡ് ലിസൺ ടു ദിസ്. ഇത് പഠിക്കണം, കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള ഒരു അടയാളം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കും. സോ കം ടു ദ പ്രോഗ്രാം. യെസ്, വാട്ട് ഈസ് നിങ്ങൾ എന്താണോ സീക്ക് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സീക്കിങ് യു. നിങ്ങളെ അത് തേടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ദർ ഇസ് എ റീസൺ. അപ്പോൾ എന്ത് ചെയ്യാം? ഈ പ്രോഗ്രാമിൽ ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പ്രോഗ്രാം ചെയ്യണം, ക്ലാസ് ചെയ്യണം ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കാണുക, ഒന്ന് കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുക? മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, പഠിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഇത് പഠിച്ചിട്ട് എന്ത് വെച്ചാൽ നല്ല രീതിയിലേക്ക് ചേഞ്ചസ് വരുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഞാൻ ചെറിയൊരു പ്രാക്ടീസ് തരാം. നിങ്ങൾ റെഡിയാണോ? റെഡിയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചിരിക്കാം. കണ്ണടച്ചിരുന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ കോഴ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപയോഗിക്കാം. നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ എക്സസൈസ്. ജസ്റ്റ് എന്ത് ചെയ്യുക? പതിയെ നിങ്ങൾ കണ്ണടച്ചിരിക്കുക. കാലുവെള്ള തറയിൽ മുട്ടുന്ന രൂപത്തിൽ നിങ്ങൾ ഇരിക്കുക. ഓക്കെ, സ്വസ്ഥമായിട്ടിരിക്കുക. കൈകൾ മടിയിൽ വെക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നട്ടൽ നിവർന്നിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഇരിക്കുന്ന പോലെ ഇരിക്കാം. ബുദ്ധിമുട്ടായിട്ട് സ്ട്രെസ് ആയിട്ട് ഇരിക്കേണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. കണ്ണടയ്ക്കുക. പതിയെ നിങ്ങൾ നിങ്ങളുടെ ശ്വസനത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് ഒരു ദീർഘശ്വാസം പോലെ എടുക്കുക. പതിയെ പുറത്തേക്ക് വിടുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. വൺ മോർ ടൈം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പതിയെ പുറത്തേക്ക് വിടുന്നു. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതം ഒന്ന് മനസ്സിൽ കാണുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം, നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളൊക്കെ സാക്ഷാത്കരിച്ച ജീവിതം മനസ്സിലൊന്ന് കാണുന്നു ആത്മാർത്ഥമായിട്ട്. നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ബാങ്കിൽ പോകുന്നു, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നു. നിങ്ങൾക്ക് ആൾക്കാർ ക്യാഷ് കയ്യിൽ കൊണ്ടു തരുന്നു. നിങ്ങളുടെ ഗൂഗിൾ പേയിൽ പണം ഇങ്ങോട്ട് വരുന്നു. ബാങ്ക് അക്കൗണ്ടിലും പണം വരുന്നതായിട്ടുള്ള മെസ്സേജുകൾ കാണുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതിനും ഒരുപാട് മുകളിലുള്ള ഒരുപാട് പണം ഇങ്ങനെ കുനിഞ്ഞു കൂടുകയാണ്. സമ്പത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിൽ കാണും. ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് അല്ലെ? ഇതിങ്ങനെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മനസ്സിൽ കാണുന്നു. മനസ്സറിഞ്ഞതിങ്ങനെ സംഭവിക്കുന്നതിന് മനസ്സറിഞ്ഞ് ഫീൽ ചെയ്തിട്ട് താങ്ക്സ് പറയും. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതിന്, അത്രയും പണം ലഭിച്ചതിന് മനസ്സറിഞ്ഞ് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച് അങ്ങ് പറയാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ബിസിനസ്, ആ ഒരു ബിസിനസ്, ആ ഒരു റെസ്റ്റോറൻറ്റ്, ആ ഒരു ഹോട്ടൽ, നിങ്ങൾ ആഗ്രഹിച്ചൊരു ഹോട്ടലാണെങ്കിൽ അത്, ഒരു ബുട്ടീക്ക് ആണെങ്കിൽ അത്, ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്, ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അത്, സൂപ്പർ മാർക്കറ്റ്സ് ആണെങ്കിൽ അത്, വലിയ ബ്രാൻഡ് ആണെങ്കിൽ അത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ആണെങ്കിൽ അത്,
നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ബിസിനസ്, നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ മേഖല, അത് നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. മനസ്സറിഞ്ഞ് പറയും, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ ഈ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ജീവിതത്തിൽ എന്താണോ അനുഭവിക്കേണ്ടത് അത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യുകയാണ്, കാണുകയാണ്. ആ കാണുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഉണ്ട്, വല്ലാത്തൊരു ഹാപ്പിനെസ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വി ആർ സോ ഹാപ്പി, വി ആർ സോ ഗ്ലാഡ്. ആ എക്സ്പീരിയൻസ് അത് നമ്മുടെ ലൈഫിലൂടെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി നിങ്ങൾ അതിലേക്ക് എത്താൻ, ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ട ചില മൈൻഡ് സെറ്റുകളുണ്ട്, ചില അറിവുകളുണ്ട്, കഴിവുകളുണ്ട്. അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന അറിവ്, കഴിവ്, അതെല്ലാം നിങ്ങൾ അക്വയർ ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നു, ആ കോഴ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ EFT എന്ന് പറയുന്ന പ്രോഗ്രാം, 30 days നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ആ പ്രോഗ്രാം, അത് നിങ്ങൾ പഠിച്ചതായിട്ട് മനസ്സിൽ കാണുക. ഓൾറെഡി പഠിച്ചിട്ടുള്ളവർക്ക് അത് കാണാൻ തീർച്ചയായിട്ടും പറ്റും. പഠിക്കാത്തവരും തീർച്ചയായും നിങ്ങൾ പഠിക്കുന്നതായിട്ട് മനസ്സിൽ കാണും. നിങ്ങൾ പ്രോഗ്രാമിലേക്ക് പേയ്മെന്റ് അടച്ച് ആ പ്രോഗ്രാമിലേക്ക് വന്ന് അതിലുള്ള ഓരോ പറയുന്ന അറിവുകളും, ആ എനർജി മെഡിസിനും മൈൻഡ് ബോഡി കണക്ഷനും അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്ന 5 സ്റ്റേജും, അത് നമ്മൾ പഠിച്ചെടുത്തതിന് ശേഷം നമ്മൾ EFTയിലെ ഓരോ സ്റ്റെപ്സുകൾ പഠിക്കുന്നതും, അതിൻ്റെ ഓരോ സ്റ്റെപ്സുകൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന, അതിൽ വരുന്ന ചലഞ്ചസ് വരുമ്പോൾ അത് മറികടക്കുന്നതായിട്ട്, അതിനുള്ള ഓരോ സൊല്യൂഷൻസും സംഗതികളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ എനർജി ഹൈ ആക്കി നിങ്ങളുടെ ഓരോ ട്രോമാസും, ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള ചെറുപ്പത്തിൽ അനുഭവിച്ചുള്ള വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള നിങ്ങളുടെ സ്വഭാവം കറക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ശീലങ്ങൾ കറക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ട്രോമ ഹീലിംഗ് പ്രോസസ്സിലൂടെ, ടാപ്പിങ്ങിലൂടെ, നിങ്ങളിങ്ങനെ EFT ടാപ്പിങ്ങിലൂടെ നിങ്ങളിങ്ങനെ കടന്നു പോകുന്നു. എക്സസൈസ് ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നു, എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നു, ഉച്ചയ്ക്ക് ചെയ്യുന്നു, വൈകുന്നേരം ചെയ്യുന്നു, പല തവണകളായിട്ട് ചെയ്ത് നിങ്ങളുടെ ഓരോ ട്രോമാസും ഹീൽ ചെയ്ത് ഹയർ എനർജിയിലേക്ക് നിങ്ങൾ കടന്നുപോയി നിങ്ങളുടെ ലൈഫിൽ ഒരു വല്ലാത്ത ഹയർ എനർജി, പോസിറ്റീവ് എനർജി വരികയും വല്ലാത്ത പീസ്ഫുൾ ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളിൽ നിന്ന് ആ ഒരു എനർജി, ഗോൾഡൻ കളറിലുള്ള ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു വെളിച്ചം പുറത്തേക്ക് വരുന്നത് പോലെ പുറത്തേക്ക് ആ തരംഗ രൂപത്തിൽ ആ ഒരു എനർജി പുറത്തേക്ക് വരികയും ആ പോസിറ്റീവ് എനർജി വരികയും അത് ഈ പ്രപഞ്ചത്തിലേക്ക് അങ്ങ് അയക്കപ്പെടുകയും ആ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് വേണ്ട നല്ല വ്യക്തികൾ, നല്ല അറിവുകൾ, നല്ല കഴിവുകൾ, നല്ല അവസരങ്ങൾ, നല്ല എല്ലാ നമ്മുടെ ലക്ഷ്യം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നേടുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിന് സഹായിച്ചിട്ടുള്ള ഈ ഒരു കോഴ്സിന് നിങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ആ ഒരു കോഴ്സ് നമ്മുടെ EFTയുടെ ഒരു 30 ദിവസത്തെ ആ ഒരു ഹീലിംഗ് ജേർണിയിലൂടെ നിങ്ങൾ ആ ഒരു 1-to-1 നമ്മളുടെ പേഴ്സണൽ കോച്ചുമായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം പറഞ്ഞിട്ട് ആ കൗൺസിലിംഗ് ചെയ്തിട്ട് അത് തെറാപ്പി ചെയ്തിട്ട് ഹീല് ചെയ്തിട്ട് നിങ്ങളെ മെന്റർ നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് ഓരോ വർക്ക് ബുക്കും കാര്യങ്ങളും സംശയങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഓരോ LTC ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ എന്ന് പറയുന്ന കൾച്ചർ നിങ്ങൾ ഓരോന്നും പ്രാക്ടീസ് ചെയ്തിട്ട് വളരെ മികച്ച രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ലെവറേജ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ എനർജീസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് മാത്രം ചിന്തിച്ച് അതിലേക്ക് മാത്രം പ്രവർത്തിച്ച് അതിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു അമേസിംഗ് ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ ഡൂയിങ് അമേസിംഗ് തിങ്സ്. നിങ്ങളിലേക്ക് നിങ്ങൾ അത്ഭുതത്തോടു കൂടി നോക്കി കാണുകയാണ്. നിങ്ങൾക്ക് വേണ്ട പണം, നിങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ, നിങ്ങൾക്ക് വേണ്ട സമ്പത്ത്, നിങ്ങൾക്ക് വേണ്ട നല്ല ബന്ധങ്ങൾ, നിങ്ങൾക്ക് വേണ്ട നല്ല ആരോഗ്യാവസ്ഥ, ഇതെല്ലാം പെട്ടെന്ന് അസുഖങ്ങളെല്ലാം മാറി നിങ്ങളുടെ എല്ലാ സംഗതികളും മാറി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട്
നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിച്ചു കഴിഞ്ഞു. അതെല്ലാം സംഭവിച്ച ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷാവസ്ഥയാണ്. ആ സന്തോഷാവസ്ഥ, ആ ഒരു സംതൃപ്തി, ആ ഒരു അച്ചീവ്മെന്റ്, ആ ഒരു നേട്ടം, ആ ഒരു ഫീലിംഗ് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് പറയുന്നു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് പറയുന്നു, താങ്ക് യു സോ മച്ച്, 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 താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് പറയുന്നു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പ്രപഞ്ചനാഥൻ നന്ദി പറയുന്നു. ഇതെല്ലാം സംഭവിച്ചതിന് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കോഴ്സിൽ പഠിക്കാൻ കഴിഞ്ഞത്, അതിനു വേണ്ട പണം നിങ്ങളുടെ കയ്യിലില്ല, ആ പണം നിങ്ങളിലേക്ക് വന്നു, ആ പണം നിങ്ങൾ അടച്ചു, നിങ്ങളുടെ എല്ലാ ഭയങ്ങളും മാറി, നിങ്ങൾ ട്രസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തപ്പോൾ, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ, നിങ്ങളുടെ സ്പീഡ് കൂടി നിങ്ങളുടെ ലൈഫിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് എല്ലാം സംഭവിച്ചു. നിങ്ങൾ 10 വർഷം കൊണ്ട്, 15 വർഷം കൊണ്ട്, 20 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് 1 വർഷം കൊണ്ട്, 6 മാസം കൊണ്ട്, 5 വർഷം, 1.5 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസിന് സഹായിച്ചത് ഈ ഒരു കോഴ്സാണ്. ആ കോഴ്സിന് മനസ്സറിഞ്ഞ് നന്ദി പറയുക. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്യുക, when you share that experience. Thank you so much. Okay. Take a deep breath and relax. One more time. Take a deep breath and relax. നിങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ കാമാണ്, വളരെ റിലാക്സ്ഡ് ആണ്. വളരെ ഹാപ്പിയാണ്, വളരെ കാമാണ്, വളരെ റിലാക്സ്ഡ് ആണ്. നിങ്ങൾ നിങ്ങളോട് പറയുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്, ഇതിൽ അറിവുകൾ നേടുക എന്ന് പറയുന്നത്, EFT അറിവുകൾ നേടുക, ഈ കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയെ ട്രസ്റ്റ് ചെയ്യുന്നു. സ്വയം പറയുക, ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ വിശ്വസിക്കുന്നു. മനസ്സറിഞ്ഞ് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇതുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ക്ലാസ് കേൾക്കാൻ വരുന്നത്. മനസ്സറിഞ്ഞ് പറയുക, ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ വിശ്വസിക്കുന്നു, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. എൻ്റെ ലൈഫിലേക്ക് വേണ്ട എല്ലാ നല്ല അവസരങ്ങളും, എല്ലാ നല്ല വ്യക്തികളും, എല്ലാ നല്ല സമ്പത്തും എനിക്ക് വരാൻ ഞാൻ അർഹനാണ്. അത് എന്നിലേക്ക് സംഭവിക്കാൻ ഞാൻ അർഹനാണ്. അത് അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ ക്വാളിറ്റിയും എനിക്കുണ്ട്, എല്ലാ അർഹതയും എനിക്കുണ്ട്. എന്നെ സഹായിക്കാൻ, അത് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്നിലേക്ക് അട്രാക്ട് ചെയ്യാൻ എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ നല്ല മെന്റേഴ്സ് ഉണ്ട്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് നല്ല കോച്ചിങ് തരാനുള്ള, ഡെയിലി മോർണിംഗ് കോച്ചിങ് തരുന്ന എൻ്റെ മെന്ററുണ്ട്. ഐ ആം സേഫ് ഹിയർ. ഐ ആം സോ സപ്പോർട്ടഡ്. ഞാൻ വളരെ സപ്പോർട്ടഡ് ആണ്. ഞാൻ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. ഞാൻ വളരെ സപ്പോർട്ടഡ് ആണ്. ഞാൻ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. എൻ്റെ വിഷമങ്ങളെ മനസ്സിലാക്കി ഹീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന, സപ്പോർട്ട് നൽകുന്ന, ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും മോർണിംഗ് മെഡിറ്റേഷൻസും ക്ലാസ്സും നൽകുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയോട് ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്. വളരെയധികം മനസ്സറിഞ്ഞ് താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ല രീതിയിൽ ക്ലാസ്സുകൾ നൽകി, ഇത്രയും നല്ല രീതിയിൽ ആ ഒരു മെഡിറ്റേഷൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നൽകിക്കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ഈ ഒരു ടീമിന് മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ. മനസ്സറിഞ്ഞ് പറയും, ഒരു പിശുക്കും കാണിക്കേണ്ട. മനസ്സറിഞ്ഞ് പറയുന്നു, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം എനിക്ക് സ്പീഡ് നൽകും. വിശ്വാസം എനിക്ക് വേഗത നൽകും. വിശ്വാസമില്ലായ്മ സംഭവിക്കുമ്പോൾ വേഗത കുറയുന്നു. എൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ വേഗത കൂട്ടാൻ വിശ്വാസമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഫോഴ്സ്. ആ വിശ്വാസത്തെ ഞാൻ കൂട്ടുപിടിക്കും. ട്രസ്റ്റ് ചെയ്യുന്നു. ട്രസ്റ്റ് ഉള്ളിടത്താണ് പുരോഗതിയുള്ളൂ, വളർച്ചയുള്ളൂ, ഉയർച്ചയുള്ളൂ. അവിടെയാണ് കൊളാബറേഷൻ ഉള്ളൂ, അവിടെയാണ് സക്സസ് ഉള്ളൂ. എൻ്റെ എല്ലാ ഇൻസെക്യൂരിറ്റീസും മാറ്റിവെച്ചു ഞാൻ ഇവിടെ നടക്കുന്ന, എന്നോട് പറയുന്ന മെന്റർ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യാൻ ഞാൻ എൻ്റെ മനസ്സിനെ അനുവദിക്കുന്നു. ഐ ആം സേഫ്, ഐ ആം ഗ്രോയിങ്, ഐ ആം ചേഞ്ചിങ്, ഐ ആം ട്രാൻസ്ഫോമിങ് കണ്ടിന്യൂസ്ലി, ഡേ ബൈ ഡേ. ഓരോ ദിവസം കഴിയുന്തോറും ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് പറയാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഐ ലവ് മൈ ലൈഫ്. എൻ്റെ ജീവിതം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് മൈ പൊട്ടൻഷ്യൽ. എൻ്റെ കഴിവുകൾ എനിക്ക് ഇഷ്ടമാണ്. ഐ ആം പവർഫുൾ. എനിക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്. ഐ എം സോ സ്ട്രോങ്. എനിക്ക് എന്തും നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. ഐ എം സോ ലവ്ലി. ഞാൻ വളരെ സ്നേഹിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്, സ്നേഹമുള്ള വ്യക്തിയാണ്, നന്മയുള്ള വ്യക്തിയാണ്. ഐ എം എ ഗുഡ് പേഴ്സൺ. ഞാൻ വളരെ നല്ലൊരു വ്യക്തിയാണ്.
ഞാൻ വളരെ നല്ല ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന, നന്നായിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. വളരെ ഗ്രേറ്റ്ഫുൾ ആണ്, വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷവാനാണ്. താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് പറയും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇനി പതിയെ ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഒന്ന് റിലാക്സ്, ഡീപ് ബ്രീത്ത് എടുക്കുക ആൻഡ് റിലാക്സ്. One more round, take a deep breath and relax. One more round, take a deep breath and relax. പതിയെ കൈകൾ കൂട്ടിത്തിരുമ്പത്, നന്നായിട്ട് കൈകളും ചൂടാക്കുക. ഒരു എനർജി ഫീൽ ചെയ്യുക, ഒരു നല്ലൊരു സെൽഫ് ലവ്, നിങ്ങളെ സെൽഫായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഹീൽ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പുതിയൊരു ദിവസത്തിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കടന്നു വരാം. പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സ് ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു ദിവസം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, മികച്ച രീതിയിൽ ആ കോഴ്സ് മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തത് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാർത്ഥനകളും താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞതുപോലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആരാണെങ്കിലും, ശ്രീഷ്മ, അതേപോലെ ഷൻസ, അതേപോലെ തന്നെ ജാഫർ, നന്ദകുമാർ, റസീന, റംല ഹസൻ, മുനീറ, എനിബഡി, ഫൗസിയ, എനിവൺ, യു ജസ്റ്റ് കം ആൻഡ് ജോയിൻ. ഇവിടെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഞങ്ങളെ ഈ കോഴ്സിലേക്ക് EFT ലേക്ക് എല്ലാവർക്കും ഹാപ്പി സ്വാഗതം, ഹാപ്പി വെൽക്കം. എല്ലാവരും വരൂ. ശ്രീഷ്മ അവരെ ഇപ്പൊ സംസാരിച്ചിട്ട് കേട്ടിട്ടില്ല. എല്ലാവരും വരൂ, തീർച്ചയായിട്ടും വരൂ. ഇപ്പൊ സാറ് തന്നതൊക്കെ അതിന്റെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. ഈ വെടിക്കെട്ട് വരുന്നുണ്ട്. ക്ലാസ്സിൽ കൂടെ നമുക്ക് അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സാർ അത്ര എന്താ പറയാ അൺകണ്ടീഷണൽ ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതാണ് ഇത്രയും സാർ എഫേർട്ട് എടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്. ഇത്രയും സമയം ഇങ്ങനെ ഒരു മെന്റർ നിങ്ങൾക്ക് കിട്ടൂല. ഇങ്ങനെ ഒരു ഗുരുവിന്റെ അടുത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റാർക്ക് ഭാഗ്യമായിരിക്കും. ഇത്രയും ലക്കിയാണ് എല്ലാവരും അങ്ങനെ എത്തിപ്പെടുകയാണെങ്കിൽ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പറഞ്ഞതുപോലെ ബഷീർക്ക് എന്താ പറയണ്ട? സാറേ ഞാനേ പിന്നെ സാറേ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം എനർജിയാണ് കൂടുതൽ, അത് പറയാൻ വേണ്ടിട്ടേ. താങ്ക് യു സാർ. നമ്മളെ ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോ ഇതിൽ വന്നതിന് ശേഷം ഞാൻ എനർജിയാണ്, അതായത് നല്ല പോസിറ്റീവ് മൈൻഡാണ് വരുന്നത് എല്ലാം. ഓക്കെ. എവിടെ സ്ഥലം? മണ്ണാർക്കാട്. മണ്ണാർക്കാടാണ്. എന്താ ചെയ്യുന്നത്? ഞാനൊരു കമ്പനിന്റെ സെയിൽസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയെ കുറിച്ച്. അപ്പൊ അതിന് ശേഷം ഇതിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം കമ്പനിത്തെ ഓരോ അതും നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. വെരി ഗുഡ്. നമ്മളുടെ EFT ഞാന് സാറ് ഇല്ല, എന്റെ വൈഫ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഞാന് പിന്നെ സാറ് ഒരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മറ്റേ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് അടുത്ത ഓഫ്ലൈനിൽ ഞാൻ എന്തായാലും പങ്കെടുക്കും. ഓക്കെ. ഓഫ്ലൈൻ പ്രോഗ്രാം അതിനുശേഷം എനിക്ക് മനസ്സിലായി. EFT ഓഫ്ലൈൻ പ്രോഗ്രാം ഇനി വരുന്നില്ല. ഇനി വരുന്നത് വേറെ ഓഫ്ലൈൻ പ്രോഗ്രാംസുകളാണ്. ഇനി നമ്മൾക്ക് വരാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ EFTയുടെ ഓഫ്ലൈൻ സെഷൻസ് ഇവിടെ അടുത്തുണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്തായാലും അതിന് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കരുത്. കം ടു ദ പ്രോഗ്രാം. എന്തായാലും പ്രോഗ്രാമിലേക്ക് വരും. വൈകണ്ട, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ നോക്കൂ കേട്ടോ. എനിവേ പക്ഷേ വൺ ഡേ പ്രോഗ്രാംസ് എന്തായാലും വരും. അത് വേറെയാണ്. വേറെ കുറച്ച് ടോപ്പിക്സുകളൊക്കെയാണ് നമ്മൾ ഇനി അതിലേക്ക് എന്താ വെച്ചാൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് EFT അറ്റൻഡ് ചെയ്തു പലരും. 3 പ്രാവശ്യം നമ്മളത് നടത്തി. 3 പ്രാവശ്യമല്ല, പല തവണകളായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ 3 പ്രാവശ്യം വളരെ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടത്തി. കൊച്ചി, കാലിക്കറ്റ് 2 പ്രാവശ്യം, പിന്നെ കൊച്ചിയിലും. സോ നമ്മൾ നടത്തിയെങ്കിലും നമുക്ക് ഇനി അതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും EFTയിലേക്ക് വരും. EFTയിലേക്ക് വന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. എന്തായാലും ഇപ്രാവശ്യം വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ബഷീർക്ക നെക്സ്റ്റ് ടൈം എങ്കിലും വരണം. എന്തായാലും ഒന്ന് ആലോചിക്കാം. ഇപ്പൊ തന്നെ വരാൻ പറ്റിയ അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ ഈ ബാച്ചിൽ. കാരണം ആ പ്രൈസ് കുറവാണ്. ഇപ്പോൾ പ്രൈസ് ഇനി കൂടാൻ പോവാണ്. കാരണം നമ്മുടെ ടീം സൈസ് കൂട്ടിയിട്ടുണ്ട്. കൂടുതൽ സർവീസ് ഉഷാറാക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ ഫീയും കൂടെ കൂടുകയാണ്. എല്ലാവരും അടുത്ത ബാച്ചിൽ
വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൈസിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഈവനിങ്ങിൽ നമ്മളുടെ കോഴ്സ് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. പറഞ്ഞതുപോലെ ഒരു സീറ്റ് ഇവിടെ ബാക്കിയുണ്ട്. whoever it is, a lucky person, contact and grab the opportunity and change your life. Okay? Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you. Thank you. So much. Have a ഗുഡ് great മോർണിംഗ് സർ. morning. പറഞ്ഞോളൂ. ആഹരി. ഞാൻ ആബിദയാണ്, കോഴിക്കോട് വൺ ഡേ ക്ലാസ്സിന് വന്നതായിരുന്നു. ഞാൻ ഈ Yeah. ഇന്നത്തെ EFTയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. Very good. Very good. Fantastic. ഇന്നത്തെ പിന്നെ ജോയിനിൽ ഞാനൊരു അമേസിംഗ് റിസൾട്ട് പറയാനുള്ളത്, ഞാൻ അന്ന് സാറോട് പറഞ്ഞ മോള് പഠിച്ചു കഴിഞ്ഞു, ഇന്ന് ജോലിക്ക് പോവുകയാണ്. അതൊരു സന്തോഷം പറയാം. വെരി ഗുഡ്. വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി. മോൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ദിവസമാണ്. വളരെയധികം സന്തോഷം. ആ ദിവസം തന്നെ നിങ്ങളും ഒരു പുതിയ കോഴ്സിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. അത് മറ്റൊരു അതെ അതെ അതെ. അവസരത്തിലേക്ക് എത്തട്ടെ. ഓക്കെ. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഐ എം സോ Thank you ഹാപ്പി. so much. ഞാനൊരു Thank you കാര്യം so much. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ആരാണ്? ശ്രീഷ്മ. പറഞ്ഞോളൂ. സാർ, അതെ, ഞാൻ സത്യം പറയുകയാണെന്ന് വെച്ചാൽ സാറിന്റെ ഒരു ഇൻസ്റ്റയില് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടില്ല. ഒരു ഇൻസ്പയറിംഗ് ഒരു വോയിസ് കേട്ടിട്ടാണ്. പക്ഷെ ഇപ്പൊ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴും കുറച്ച് നാളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ 2 ക്ലാസ്സിനിട്ട് കയറിയിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസ് കയറിയിട്ട് ഞാൻ എമൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഷെഫീനയുടെ അടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ആയി, ഭയങ്കര സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് ഭയങ്കര എന്റെ ലൈഫ് എന്റെ കയ്യിൽ നിന്ന് പോണ ഒരു ഇൻസിഡന്റ് ഒക്കെ എന്റെ കയ്യിൽ നിന്ന് ആയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പം അല്ല, ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്ന ഡൗട്ട് എന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ആ മേഡത്തിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കണോന്നാണ് ഞാൻ ചോദിക്കണത് സാറിന്റെ അടുത്ത്. കാരണം വെച്ചാൽ അവർ ഇത്രയും ഒരു റിസ്ക് എടുത്ത് ഇത്രയും ഒരു ഷോപ്പ് 2 ഷോപ്പ് ഉണ്ട്. അപ്പൊ 2 ഷോപ്പ് ഇപ്പൊ അത്രയും ഒരു ഡിമ്മായിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ചെന്നത്. അപ്പൊ എന്നെ കൊണ്ടാണ് അവര് ആ ബിസിനസ് സക്സസ് ആവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ്. പക്ഷെ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് അവർക്കൊരു പേടി എന്താ വെച്ചാൽ ഞാൻ ഇത് ഇട്ടിട്ട് ഞാൻ വേറെ ഷോപ്പ് തുടങ്ങുമെന്നാണ് സത്യത്തില്. അപ്പൊ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആ മേഡത്തിന്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞ് സാറിന്റെ ഒരു ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സാറിന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. 2 കാര്യമുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം. അതായത് ശ്രീഷ്മ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശ്രീഷ്മ എന്തായാലും പറ്റുമെങ്കിൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ. ഞാൻ എന്റെ സജഷൻ പറയാണ് വളരെ ഹോണസ്റ്റ് ആയിട്ട്. ഈ ഒരു ബാച്ച് നിങ്ങൾ എന്തായാലും ഒരു സ്ട്രോങ് ആയിട്ട് ചെയ്യൂ. കാരണം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അത്രയ്ക്കും പവർഫുൾ ആണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം അവര് ഒറ്റയടിക്ക് ഹൈ ആവുന്ന നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. അവർ വളരെ നല്ല രീതിയിലേക്ക് പവർഫുൾ മൈൻഡിലേക്ക് എത്തണം. തീർച്ചയായിട്ടും അവരെത്തണം. പക്ഷെ അവര് ഇതിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് പിന്നീട് നിങ്ങളുടെ എനർജി മൊത്തം ചേഞ്ച് ആവും. നിങ്ങളുടെ പവർ മൊത്തം ചേഞ്ച് ആവും. ഇപ്പോൾ ഇതിനേക്കുള്ള 100 ഇരട്ടി പവറിലേക്ക് നിങ്ങൾ എത്തും. ആ പവർ അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഇംപ്രസീവ് ആവും നിങ്ങൾ. ഓക്കെ. രണ്ടാമത്തത്, അതിന്റെ കൂടെ തന്നെ അവരോടും ഇപ്പൊ പറയാം. നിങ്ങൾക്ക് അവരോട് പറയാം, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, മാം ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാമും വന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും, നമുക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അവരോട് പറയുന്നു. അവരും വരട്ടെ. ഇനി അവർ ഇപ്രാവശ്യം ചിലപ്പോൾ വന്നോളുന്നില്ല, കാരണം നിങ്ങൾ പെട്ടെന്ന് പോയി പറയല്ലേ. ചിലപ്പോൾ മേ ബി നെക്സ്റ്റ് ബാച്ചിൽ അവർ വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഇന്നത്തെ ഒരു ഒറ്റ 1 സിംഗിൾ വേക്കൻസി ഉണ്ടാവില്ലേ, എനിക്ക് തന്നെ ബുക്ക് ചെയ്യുന്ന സാർ. അതെ, അങ്ങനെയാ. കൺഗ്രാറ്റുലേഷൻ. ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ, അതെനിക്ക് നോക്കണം. അതല്ല, ഇത്രയേ ഉള്ളൂ. എമൗണ്ട് വരുന്നത് 8,000 rupees ആണ്. മനസ്സിലാവുന്നുണ്ടോ? സർ, ഷഹീനാണ്. ഷഹീന പറഞ്ഞോളൂ. ആള് പറഞ്ഞിട്ടുള്ള ആള് ഞാൻ തന്നെയാണ്. എന്റെ പേരില് ചെറിയൊരു മിസ്റ്റേക്ക് ആള് പറഞ്ഞിട്ടുണ്ട്, ഷഹീന എന്നാണ്. അപ്പം ആളോട് ഞാൻ സംസാരിച്ചപ്പം ആളൊരു ഇഷ്യൂല് സ്റ്റക്കായി നിൽക്കായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. മീൻസ് എന്നെ കൊണ്ട് പറ്റും, ഞാൻ തന്നെ എല്ലാം ചെയ്യും, അങ്ങനെയുള്ള ആ ഒരു ഞാൻ സംസാരിച്ചപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ആ ടൈമിൽ തന്നെ ആൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം എനിക്കും അതിൽ വിശ്വാസം ഉണ്ട്. ഞാൻ എന്നിട്ട് ആളെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. ആൾക്ക് യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റ ID ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിലങ്ങനെ ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പറയാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ഞാൻ ചെയ്തുതരാന്ന് ഞാൻ അപ്പൊ സ്പോട്ടിൽ ചെയ്തു കൊടുത്തു. എന്തോ അറിയൂല, അതൊക്കെ ഒരു നിമിത്താവാം.
അപ്പൊ ഞാൻ അതിൽ കൺഗ്രാറ്റുലേഷൻ ഷഹീന. ഈ വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞല്ല നിങ്ങൾ ആളെ സംസാരിച്ചത് എന്തായാലും ഹെൽപ്പ് ചെയ്യും, അതിലൊന്നും ഒരു തീർച്ചയായിട്ടും. വറീഡ് അപ്പൊ ആവണ്ട ഇന്ന് ആള്. അതെ, ഇന്ന് സംസാരിച്ചല്ലോ, ശ്രീഷ്മ സംസാരിച്ചതിന് ഒരു അടയാളമാണ്. അപ്പൊ ശ്രീഷ്മയ്ക്കാണ് ആ ലാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത്. സോ ബുക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഒന്നുമില്ല, പ്രോഗ്രാമിലേക്ക് വരിക. അതേപോലെ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി, കം ടു ദ പ്രോഗ്രാം, മറക്കരുത്. അപ്പൊ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഷിഫിൽ ക്ഷണിക്കുന്നു, അതേപോലെ തന്നെ ബിന്ദു മാം ക്ഷണിക്കുന്നു, ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും നിങ്ങൾ ക്ഷണിക്കുന്നു. സോ പിന്നെ ശ്രീഷ്മ പറഞ്ഞതുപോലെ, ശ്രീഷ്മയെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ശ്രീഷ്മ പ്ലാറ്റ്ഫോമിലേക്ക് വായോ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ? അത് നിങ്ങളെ പറപ്പിക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ ഉണ്ടോ? നിങ്ങൾ അതിൽ ഫോളോവേഴ്സിനെ കേട്ടും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടക്കം ഇവിടെ ഓൾറെഡി നമ്മുടെ ടീമിൽ സലീന ഇവിടെ ഉണ്ട്. സലീന ഇതാ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നായിട്ട് സലീന നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ബാച്ചിൽ വന്നതാണ്. ഇപ്പൊ സലീന ഓൾറെഡി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. എല്ലാം തകർന്ന് എന്ത് ചെയ്യണം എന്ന് സ്റ്റക്കായി നിൽക്കുന്നിടത്ത് ഫുൾ ക്ലാരിറ്റിയിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ സ്വന്തമായിട്ട് ഒരു എന്താ പറയുക, പ്രൊഫഷണൽ ജോബ് കൺസൾട്ടിങ്, ജോബ് അല്ല, എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് എന്നുള്ള നിലയ്ക്ക് വലിയൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ്. സലീന ഇവിടെ ഉണ്ട്. ഇപ്പോൾ സലീന അറിയുതേർ സലീന ഇവിടെ നമ്മൾ സെഷൻ കേൾക്കുന്നുണ്ട്. തിരക്കിലായിരിക്കും, ചിലപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സംഗതികളോ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ബ്ലോ ഇറ്റ് അപ്പ്. നമ്മളത് പറപ്പിക്കും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കുക. അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നാൽ മതി. എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഒരുപാട് നോളജ് ഉണ്ട്. ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോളജ് ഉണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയ മാർക്കറ്റ് കോമ്പിറ്റേഷൻ നോളജ് ഉണ്ട്. ഒരുപാട് ബിസിനസ് ബിൽഡിംഗ് നോളജ് ഉണ്ട്. ഒരുപാട് നമ്മളുടെ എന്താ പറയുക ടീമിനെ ബിൽഡ് ചെയ്തിട്ടുള്ള നോളജ് ഉണ്ട്. ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുള്ള നോളജ് ഉണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന EFT എന്ന് പറയുന്ന ഒരു 1 പാർട്ട് മാത്രമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, ഷെയർ ചെയ്യാൻ പോകുന്നു, നോളജ് പഠിക്കാൻ പോകുന്നു, ഒരുപാടുണ്ട്. കം ടു ദ പ്രോഗ്രാം. കൺഗ്രാറ്റുലേഷൻ, ഒന്നും പറയാനില്ല. കം ടു ദ പ്രോഗ്രാം. ഇതേപോലെ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഇപ്പൊ പിൻവാങ്ങുകയാണ്. See you tomorrow. ഈ ഒരു 30 ദിവസം, അടുത്ത 30 ദിവസത്തിനുള്ളിൽ അപാരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, മറക്കരുത്. ശ്രീഷ്മ ഓൺ ബോർഡ് ചെയ്യുക, ഒന്നും നോക്കാനില്ല, വരിക കേട്ടോ. കം ടു ദ പ്രോഗ്രാം. അപ്പൊ ഞാൻ എന്തായാലും സാറ് പറഞ്ഞ ഒരു നിമിത്തായിട്ട് തന്നെ ഞാൻ കരുതാണ്. അപ്പൊ എല്ലാരും ഒരുമിച്ച് കേറുക. എനിക്കറിയില്ല എന്താ എക്സ്പീരിയൻസ് എന്നൊന്നും. ഞാൻ ഈ 2 ദിവസത്തെ ക്ലാസ് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. സാറിന്റെ ഒരു വോയിസ് കേട്ടുകൊണ്ട് ഞാൻ മാത്രം എങ്ങനെയോ അതിൽ കയറിപ്പെട്ട ഒരാളാണ്. അപ്പൊ എന്തായാലും ഞാനും ജോയിൻ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാണ് കേട്ടോ. സലീന പറഞ്ഞോളൂ. ഹലോ സർ. പറഞ്ഞോളൂ. പിന്നെ ശ്രീഷ്മ മാഡം, ഞാൻ ഒറ്റ ദിവസത്തെ ക്ലാസ് കേട്ടിട്ടാണ് അന്ന് ഞാൻ ജോയിൻ ചെയ്തത്. സലീന കേൾക്കുന്നില്ല, വ്യക്തമായിട്ട് കേൾക്കുന്നില്ല സലീന. ഹലോ, കേൾക്കാമോ സർ? കേൾക്കാം. ശ്രീഷ്മ മാഡത്തിനോടാ പറയാനുള്ളത്. 2 ദിവസമൊന്നും ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റ ദിവസത്തെ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. എനിക്കൊരു 1 മന്ത് കൊണ്ട് എല്ലാം സെറ്റായി. ഞാനെല്ലാം പോയ അവസ്ഥയിലാണ് സാറിന്റെ അടുത്ത് എത്തിയത്. അപ്പൊ സാറ് പറഞ്ഞത് എന്നോട്, ഒന്നും പേടിക്കാനില്ല, ഇതിൽ വരെ സെറ്റാവും. അത് സാർ പറഞ്ഞ അതേപോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തു. അതേപോലെ റിസൾട്ട് വന്നു. എനിക്ക് എല്ലാം എൻ്റെ കരിയർ തന്നെ പോയി ഇനി കുറച്ചു കാലത്തേക്ക് ഉണ്ടാവില്ല എന്നാ വിചാരിച്ചത്. പക്ഷെ അത് ആ ഒരു മാസം പോലെ ഞാൻ ഇടവേള കൊടുത്തില്ല. അപ്പത്തിന് എനിക്ക് പുതിയൊരു കരിയർ അതുപോലെ ബെസ്റ്റ് ആയിട്ട് തന്നെ വന്നു. പിന്നെ എൻ്റെ ഒരു ഗോളും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശ്രീഷ്മയുടെ സംസാരത്തിൽ തന്നെ ഒരുപാട് ബ്ലോക്കുകൾ ശ്രീഷ്മ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ വന്നിട്ട് കറക്റ്റ് ചെയ്യുക. അപ്പൊ അതിന് 5 വർഷമൊന്നും വേണ്ട. നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് ഏകദേശം 1 ഇയർ കൊണ്ട് തന്നെ എത്തിക്കാൻ പറ്റും. എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തു മാമിന്റെ സംസാരത്തിൽ നിന്ന്. അപ്പൊ ഇന്നലെ ജോയിൻ ചെയ്യുക. ക്യാഷ് ഒക്കെ വരും, അതൊക്കെ എങ്ങനെയും അറേഞ്ച് ചെയ്യുക. എൻ്റെ കയ്യിലും അപ്പൊ ഒരു ക്യാഷ് ഉണ്ടായിരുന്നില്ല. ഞാനവിടെ ചിന്തിച്ചു, ഇത് കിട്ടിയേ പറ്റൂ, ഇത് ചെയ്തേ പറ്റൂ, ഇതിനിപ്പോ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ ഞാനത് ജോയിൻ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്യുക. കാരണം ഇങ്ങനെ പിറകിലോട്ട് നിൽക്കരുത്. ഇപ്പൊ നമ്മൾ ഒത്തിരി പിറകിലോട്ട് നിന്ന് നമ്മൾ ഒരുപാട് അനുഭവിച്ചു. ഇനിയും പിറകിൽ നിന്ന് കഴിഞ്ഞാൽ അനുഭവിക്കേ ചെയ്യുള്ളൂ. അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മളൊന്ന് മാറണം. അതിന് ആ ഒരു എമൗണ്ട് നിങ്ങൾ എങ്ങനെയും അങ്ങോട്ട് കണ്ടെത്തുക, അതിലിടുക, സാറിന്റെ കൂടെ ഇരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും.
താങ്ക് യു സോ മച്ച്. ഇത് ശ്രീഷ്മയ്ക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത്, ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ് ഇങ്ങനെ ഇരുന്ന് അറ്റൻഡ് ചെയ്യും. അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ മോർണിംഗ് ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട്, ഇതിന് എനിക്ക് അപ്ലൈ ചെയ്ത് എൻ്റെ ലൈഫിൽ ചെയ്ത്. നോ, നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്നുമല്ല. നിങ്ങളുടെ പെട്ടെന്ന് ഷിഫ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ തന്നെ വരണം. ആ കോഴ്സിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവുന്നത്, വലിയ ചേഞ്ച് സംഭവിക്കുന്നത്. ഇപ്പം ഇവർ പറഞ്ഞില്ലേ, ബുഷൈനെ ആണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്, ബിന്ദുമാൻ പെട്ടെന്ന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്, അതേപോലെ തന്നെ സലീന പെട്ടെന്ന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. ഇവരുടെയൊക്കെ എല്ലാവരുടെയും പ്രത്യേകത എന്താ വെച്ചാൽ അവരെല്ലാവരും പെട്ടെന്ന് തീരുമാനമെടുത്തവർ. ഒരുപാട് മോർണിംഗ് ക്ലാസ്സുകളോ ഒരുപാട് ക്ലാസ്സുകളോ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവർ ട്രസ്റ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ്. വിശ്വസിക്കുക, തീരുമാനമെടുക്കുക, ജമ്പ് ചെയ്യുക, ഗെറ്റ് ദ റിസൾട്ട്, ചേഞ്ച് യുവർ ലൈഫ്. അപ്പൊ ഇവിടെ ഓൾറെഡി കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ പ്രോഗ്രാം EFT എന്താണെന്ന് കേട്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കാതെ അറ്റൻഡ് ചെയ്യാതെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും കാത്തിരിക്കരുത്. ഇവിടെ ഷെയർ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുള്ള എല്ലാവരും പെട്ടെന്ന് തീരുമാനമെടുത്തവരാണ്. കാരണം അവർക്കാണ് ട്രസ്റ്റ് ചെയ്തത്, അവർക്കാണ് എന്ന് വെച്ചാൽ ചേഞ്ചസ് ഉണ്ടാകും. കാരണം അവർക്കാണ് അത് അത്രയ്ക്കും അത്യാവശ്യമാണത്. അപ്പൊ ട്രസ്റ്റ് ചെയ്യുക, തീരുമാനം എടുക്കുക, ട്രസ്റ്റ് ചെയ്യുക, തീരുമാനം എടുക്കുക. മനസ്സിലാവുണ്ടാവും. ഇതൊരു അടയാളമാണ്, നിമിത്തമാണ് പറഞ്ഞതുപോലെ. ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് ഉഷാറാവട്ടെ. നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത്രയും നേരം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും മൈൻഡ് താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. അൺകണ്ടീഷണൽ ആയിട്ടാണ് സാർ ഈ ക്ലാസ് എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് സാറ് ഹൃദയത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ടീച്ച് ചെയ്ത് തരുന്നത്. അതും കൂടി മനസ്സിലാക്കണം. അപ്പം എന്താ പറയാ, നമുക്ക് ക്ലാസ് അത്രയ്ക്കും എഫക്റ്റ് ആണ്. ഇനിയിപ്പോ ആരും മടിച്ചേക്കണ്ട, എല്ലാവരും ജോയിൻ ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് പറയുന്നില്ല, ഇന്ന് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേ ആണ്. അപ്പൊ ഇനിയും ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആയിഷ മാം പറഞ്ഞോളൂ, എന്തോ ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാമിൽ കേൾക്കുന്നത്. ഓക്കെ, യാദൃശ്യമായിട്ടാണ്. എൻ്റെ പേര് തൃശ്ശൂരാണ്, പേര് ആയിഷ, തൃശ്ശൂരാണ് താമസം. ഞാൻ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 2 മാസത്തോളായിട്ട് ഞാൻ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനിലാണ്. കാരണം ബിസിനസ് സംബന്ധമായ രീതിയിൽ കുറച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ അത് റിക്കവർ ചെയ്യാന്നുള്ളത് എങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ മനസ്സിന് ആദ്യം ധൈര്യം ഉണ്ടാവേണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കിട്ടാൻ ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ ക്യാഷ് അടക്കുക, അല്ലെങ്കിൽ ഇത് ലൈവ് ക്ലാസ് ഇങ്ങനെ തന്നെ ഓൺലൈൻ തന്നെയാണോ, അതെ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം, 1 ഡേ പ്രോഗ്രാം ആണോ? ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല. ഞാനൊക്കെ ചോദിക്കുമ്പോ തെറ്റിയിരിക്കണ്ട. ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞുതരട്ടെ. എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നമ്പർ നോട്ട് ചെയ്തോളൂ പറ്റുമെങ്കിൽ. 8080 പറഞ്ഞോളൂ. ഓക്കെ, പറയട്ടെ ഞാൻ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഇവിടെ സ്ക്രീൻഷോട്ടിൽ ഇടാം, ഇവിടെ ചാറ്റിലിടാം. ചാറ്റിലിടുന്ന നമ്പർ ചാറ്റിലിട്ടിട്ടുണ്ട്, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് 8086880775 എന്ന നമ്പർ, ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക. പേയ്മെന്റ് അടക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8000 റുപ്പീസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. ഓക്കെ, ഇതിന്റെ ക്ലാസ്സസ് വരുന്നത് ഓൺലൈൻ ആയിട്ടാണ്, ലൈവ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്. അതിൽ 10 ദിവസത്തെ ക്ലാസ് ഉണ്ടാകും. ഇന്ന് മുതൽ 7:30 മുതൽ വൈകിട്ട് 9:30 വരെ ക്ലാസ് ഉണ്ടാകും. 10 ദിവസത്തെ കോച്ചിങ് ആണ്. ഈ കോച്ചിങ്ങിൽ കംപ്ലീറ്റ്ലി നമ്മളുടെ ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് പോകുന്ന 10 ചാപ്റ്ററുകളുണ്ട്. ഇതിന് പുറമെ ഇന്ന് തന്നെ നമ്മൾ എന്താ വെച്ചാൽ അടുത്ത കോഴ്സ് 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അങ്ങനെയാണോ? അല്ല, ഇന്ന് മുതൽ 10 ദിവസം. അല്ല, ഈ പ്രോഗ്രാം 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇതേപോലെ റീസ്റ്റാർട്ടിംഗ് ആണോ? ഇല്ല 10 ദിവസം നമ്മൾ എന്താ വെച്ചാൽ ഈ സെഷൻ കഴിഞ്ഞാൽ പറയട്ടെ, ഞാൻ പറഞ്ഞു ശരിക്കും മനസ്സിലാക്കി തരാം. നിങ്ങൾ കോഴ്സിലേക്ക് വരുന്നു, കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലിങ്ക് നൽകും. വൈകുന്നേരം 7:30 ആകുമ്പോഴേക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത പോലെ വൈകുന്നേരമാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. ഇത് പേയ്മെന്റ് അടച്ചവർക്ക് മാത്രമുള്ളതാണ് ആ ക്ലാസ്. ഓക്കെ, സൂമില്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ക്ലാസ്സിൽ സൂമിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓരോ വിഷയത്തെ പറ്റി ക്ലാസ് എടുത്തു തരും. ഓരോ ദിവസത്തെ ക്ലാസ് 2 മണിക്കൂർ ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോച്ചിനെ തരും.
ഒരു പേഴ്സണൽ കോച്ച് നിങ്ങൾക്ക് തരും, ഒരു മെന്റർ തരും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ബിസിനസ്സിൽ പ്രോബ്ലംസ് ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ട്. രണ്ട് കാര്യമാണ് സംഭവിച്ചത്. നിങ്ങളുടെ എനർജി ഡൗൺ ആയിട്ടുണ്ട്. ഒന്ന്, എല്ലാത്തിലും പല പ്രതീക്ഷയും നഷ്ടപ്പെടുന്നത്, എങ്ങനെ റിക്കവർ ചെയ്യുന്ന അറിയില്ല, ആകെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എനർജി അപ്പാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഹീലിങ്ങും കാര്യങ്ങളും നടക്കും. അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇമോഷണൽ പാറ്റേൺസ് ചിലപ്പോൾ ഉണ്ടാകും. ആ പാറ്റേൺ പ്രകാരമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി അട്രാക്ട് ആയി വന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് അതേപോലെ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതും ഈ ഇമോഷണൽ പാറ്റേൺസ് ഉള്ളത് കൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അത് ഫിയർ ആകാം, ഇൻസെക്യൂരിറ്റി ആകാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകാം, അതല്ലെങ്കിൽ മറന്നുപോയതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചത് കൊണ്ടായിരിക്കാം. ചിലപ്പം നമ്മൾ പുതിയൊരു തീരുമാനം എടുത്തത് പാളിപ്പോയതായിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ആ കാരണം ഇമോഷണൽ പാറ്റേണായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ അതിൽ നിന്ന് റിക്കവർ ആയി വരാനുള്ള ഐഡിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം നമ്മൾ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് തെറാപ്പിസ്റ്റിന് നൽകും. നിങ്ങൾക്ക് കുറച്ച് കൗൺസിലിംഗ് ഇപ്പോൾ ആവശ്യമാണ്, ഹീലിംഗ് ആവശ്യമാണ്, തെറാപ്പി ആവശ്യമാണ്, മെന്ററിംഗ് സപ്പോർട്ടും ഗൈഡൻസും ആവശ്യമാണ്. ഇതെല്ലാം ലഭിക്കുന്ന ഒരു മെന്ററെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരാളെ, ഒരു കോച്ചിനെ നിങ്ങൾക്ക് നൽകും. അവർ അടുത്ത 30 ദിവസം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് റെഡി ആക്കിയിട്ട് നിങ്ങളെ ട്രാക്കിലേക്ക് കൊണ്ടുവരും. നമ്മളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഫിക്സ് ആവും. ഓക്കെ, ആയിഷ മാം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അടുത്തൊരു സംഗതി എന്ന് പറയുന്നത്, ഇത് ചെയ്തതിനു ശേഷം ഇതിന്റെ കൂടെ തന്നെ നമ്മളുടെ ഒരു മെമ്പറായിട്ട് നിങ്ങൾ വരികയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഷാഫ് ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു ഇൻസ്പേസ് അക്കാഡമിയുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് നിങ്ങൾ വരികയാണ്. അതിലേക്ക് വരുന്നതോടുകൂടി ഇപ്പൊ ഇവിടെ ബിന്ദു മാം സംസാരിച്ചതുപോലെ, ഷെഫിൻ സംസാരിച്ചതുപോലെ, അല്ലെങ്കിൽ എന്താ പറയുക ബുഷേന സംസാരിച്ചതുപോലെ, സലീമ സംസാരിച്ചതുപോലെയൊക്കെ ഇവരെല്ലാവരും സംസാരിക്കുന്നത് പോലെ ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ആഴ്ചയിൽ 3 ദിവസം പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഹീലിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ പ്രശ്നത്തിന്റെ കാരണം 3000-ഓളം നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളാണ്, എക്സ്പീരിയൻസസ് ആണ്. ആയിഷ മാമിന് തീർച്ചയായിട്ടും അറിയായിരിക്കും, നിങ്ങൾക്ക് വേദന അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസമേറിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം, പിന്നീട് വലുതായതിനു ശേഷം ഉണ്ടായിരിക്കാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഉണ്ടായിരിക്കാം, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പല രീതിയിലും പല ഘട്ടത്തിലും പല വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഈ വേദനാജനകമായ അനുഭവങ്ങൾ നമ്മളിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരും, നമ്മളിൽ ഒരു ബിലീഫ്സ് ക്രിയേറ്റ് ചെയ്തിരും. നമ്മളൊരു 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ തടഞ്ഞു നിർത്തുന്ന വിശ്വാസങ്ങൾ, കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഓരോന്നിനെയും റിമൂവ് ചെയ്ത്, ബ്ലോക്കേജുകൾ റിമൂവ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലറിഷ് ചെയ്തിട്ട് ഗ്രോ ചെയ്ത് പറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ഇത് സഹായിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാം. ടോട്ടലി ഇതാണ് പ്രോഗ്രാം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എനി ക്വസ്റ്റ്യൻസ്? ഐഷമ്മ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ, വെയിറ്റ് ചെയ്യണ്ട, ആലോചിച്ചിരിക്കണ്ട. ഏറ്റവും വലിയ ചാൻസ് ആണ്, ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ്. കാരണം ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇപ്പൊ ഇന്ന് ചേർന്ന് നിങ്ങൾക്ക് രാത്രി ക്ലാസ് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് അനുഭവിച്ചറിയും. തീർച്ചയായിട്ടും വരണം, കാത്തിരിക്കുന്നു. പ്രൈസും കൂടല്ലേ, അപ്പൊ ഇന്ന് ചേരുന്ന ഏറ്റവും നല്ലത്. അതെ, കമർജാൻ, താങ്ക് യു. കമർജാൻ മറ്റൊരു നമ്മുടെ കോഴ്സ് മെമ്പറാണ്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും താല്പര്യത്തോടു കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ബിക്കോസ് അവർ പഠിച്ച കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് അവർ പറയുന്നത്. എനിവേ ആയിഷ മാം എന്ത് ചെയ്യുക, എന്തെങ്കിലും എനിക്ക് അതർ ക്വസ്റ്റ്യൻസ്? ഞങ്ങളെ ഗുരുവിനോടുള്ള ഏറ്റവും വലിയ ദക്ഷിണയാണ്. ഞങ്ങളുടെ ഗുരു അത്രയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന, ഞങ്ങളോട് അത്രയും ബഹുമാനിക്കുന്ന, അത്രയ്ക്ക് എന്താ പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കാണ് ഞങ്ങളെ മെന്റർ, അതായത് ഞങ്ങളെ ഗുരുവിന്റെ ഞങ്ങൾക്ക് കിട്ടുന്ന ആ പ്രചോദനം എല്ലാം തന്നെ, എല്ലാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ അനുഭവിച്ചറിയാം, നിങ്ങൾ തീർച്ചയായിട്ടും വരൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ പറഞ്ഞതുപോലെ കേട്ടോ. അപ്പൊ ഇത്രയും ഇനി ആയിഷ മാം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി അതർ ക്വസ്റ്റ്യൻ? നമ്പർ എഴുതിയെടുത്തല്ലോ അല്ലെ? ഹലോ, ഓക്കെ. അവരവിടെ ഉണ്ടാവും വിചാരിക്കുന്നു, കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും പ്രോഗ്രാമിലേക്ക് വരൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിൽ വന്നിട്ട് നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്ത്. നിങ്ങളുടെ നമ്പർ ഒന്ന് ഇവിടെ കോൺടാക്ട് കൊടുക്കാവോ ആയിഷ മാം? നിങ്ങളുടെ നമ്പർ ഏതാണെന്നുള്ളത് നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ബന്ധപ്പെടാനാണ്. നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചിട്ട് കിട്ടുന്നില്ല, കണക്ട് ആയിട്ട് കിട്ടുന്നില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും, നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. 9747. ഓക്കെ, നമ്പർ ഇവിടെ നോട്ട് ചെയ്യുക. ഷഹീന, പ്ലീസ് നോട്ട് ഡൗൺ ദ നമ്പർ. 9747 651 202. ഓക്കെ, സാറേ പറഞ്ഞോളൂ. ഞാൻ എന്നെ കുറിച്ച് 2 മിനിറ്റ്, ഒരു 2-3 വാക്കുകൾ മാത്രം പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇപ്പൊ ബിസിനസ്സിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സാറിനെയൊക്കെ പോലെ തന്നെ പിന്നെ സ്വയം മൈൻഡിനെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം ഒരു
2009 ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും നിങ്ങൾ ആരും ചിന്തിക്കാത്ത അത്ര 5 CR ലൈബിലിറ്റി വന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അത് ഞാന് ഇപ്പൊ ഈ സംസാരിക്കുന്ന ശബ്ദത്തിന്റെ വ്യത്യാസം പോലും അന്നത്തെ ഒരു ഷോക്കിൽ ഉണ്ടായതാണ്. അങ്ങനെ സംസാരിക്കാൻ പോലും പറ്റാതെ ആകെ തളർന്ന് ഒരു 1 ഇയർ എബവ് ടൈം വരെ ഞാൻ കിടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ മനസ്സിന് സ്വയം ധൈര്യം കൊടുത്തിട്ട് അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് 5 കോടി രൂപയുടെ ലയബിലിറ്റി വെറും 9.5-10 വർഷത്തിനുള്ളിൽ മൊത്തം തീർക്കുകയും ഈ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. അതും എൻ്റെ മക്കളോ ഞാനോ ഞങ്ങൾ നല്ല വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല നല്ല യാത്രകള് എല്ലാം ഹാപ്പി ആയിട്ട് ഈ ലയബിലിറ്റിയോടെ ഉള്ളപ്പോ തന്നെ അതും തരണം ചെയ്തു. ഇതൊക്കെ ആസ്വദിക്കുകയും ചെയ്ത് ഒക്കെ ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് 3 ഡ്രസ് കട, ഒരു ഹോട്ടല്, പിന്നെ ട്രാവൽ ഏജൻസി, അതുപോലെ സ്വന്തം ഒരു ട്രേഡിങ്ങിന് ആളെ വെച്ചുകൊണ്ട് 7 വർഷത്തോളമായിട്ട് ട്രേഡിങ്, ഇതെല്ലാം ചെയ്ത് എൻ്റെ ലൈഫ് വളരെ റിക്കവറി ആയിട്ട്. കാരണം ഞാൻ തന്നെയാണ് എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിന്നെ എൻ്റെ അനുഭവം തന്നെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെയും കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ 1 ലക്ഷം വരുമ്പോൾ 1000 രൂപ കടം വരുമ്പോൾ ടെൻഷൻ അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ 5 CR കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകളെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വയം ട്രെയിനി ആയിട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല കേട്ടോ, എന്റെ സർക്കിളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഞാൻ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടെൻഷൻ അയച്ചാല്, കുഞ്ഞുനാള് മുതൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ 7 വയസ്സ് വരെ കണ്ടൊരു വ്യക്തി 30 വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലേക്ക് കാണാൻ വേണ്ടി വന്നതാ കഴിഞ്ഞ മാർച്ചില്. അവൻ വന്നതിന് ശേഷം 63 ലക്ഷം രൂപയും പറ്റിച്ചു കൊണ്ടുപോയി. എന്റെ ഡെയിലി 3.5 ചാക്ക് ബിരിയാണി വെച്ചിരുന്ന എന്റെ കട തൃശ്ശൂർ ടൗൺ തന്നെയാണ്. അത്രയും എന്റെ നല്ലൊരു കട അവനിക്ക് നടത്താൻ നിർബന്ധമായി ചോദിക്കുകയും ഗൾഫിലെ ബിസിനസ്സിലെ പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട് 63 ലക്ഷം രൂപയും 17 പോയിന്റ് ഗോൾഡും അവന് കൂരി കൊടുത്തു. വിശ്വാസവഞ്ചന എന്നോട് ചെയ്തു ഇപ്പൊ കഴിഞ്ഞ ഏപ്രിൽ മുതല്. അതിന്റെ ശേഷം ഞാൻ അങ്ങനെ ഡൗൺ ആയത്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുകയാണ്, നമുക്ക് വരുന്ന ബാധ്യതയുടെ വലിപ്പമല്ല വലുത്, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചവരിൽ നിന്ന് കിട്ടുന്ന വേദനയാണ് ഏറ്റവും വലുതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ അതിൽ നിന്ന് റിക്കവറി ആവുന്നില്ല, ഉറക്കമില്ല, തീരെ ഉറങ്ങുന്നില്ല, ആരോടും മിണ്ടാൻ തോന്നുന്നില്ല, ഫോണിൽ ഒരുപാട് വരുന്ന വാട്സപ്പുകൾ നോക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജ് നോക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളോട് സംസാരിക്കാൻ തോന്നുന്നില്ല. അതിൽ നിന്നാണ് എനിക്ക് മോചനം കിട്ടുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ നേരത്തെ സാറിനടുത്ത് പറഞ്ഞ ഇത്രേ ഉള്ളൂ, 5 CR പദം സംസാരിക്കാൻ പോലും ശേഷി നഷ്ടപ്പെട്ട് കടന്നൊരു കാലഘട്ടത്തിൽ നിന്ന് റിക്കവറി ആയ ഒരാള് വളരെ സിമ്പിൾ ആണ്. ഒരു 1 CR പോലും എന്തില്ല ലയബിലിറ്റി ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടില്ല. അപ്പോ എനിക്ക് തന്നെ തോന്നിയൊരു കാര്യം അതാണ്, മാനസികമായി അടുത്ത് വിശ്വസിച്ചൊരു വ്യക്തിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇതായിരിക്കണം എന്നെ ഇങ്ങനെ ആക്കിയിട്ടുള്ളതെന്നാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ അടുത്ത് സംസാരിക്കാൻ ഇങ്ങനെ ഡോക്ടറെ എനിക്ക് ഡെയിലി പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നാ. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ എനിക്കൊരു പേടി, പഠിച്ചവനേത് മെന്റലി വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഒന്ന് പുറത്തേക്ക്. അപ്പൊ മുമ്പ് ഞാൻ 14,000 പേർക്കൊക്കെ ക്ലാസ് എടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു ബിസിനസ് ചെയ്ത, സാധാരണ എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ ബിസിനസ് അല്ലാതെ തന്നെ ഞാൻ മാർക്കറ്റിംഗ് ഒക്കെ വളരെ വ്യക്തമായി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ അതാ ഞാൻ സാറിനോട് സംസാരിക്കാൻ കാരണം. വെരി സോറി ട്ടോ, കൂടുതൽ എന്റെ സമയം എടുത്തു എന്ന് എനിക്കറിയാം. ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞെന്തിനാന്നറിയോ, ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ഇതുവരെ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് പോലും ഭാവിയിലാവട്ടെ അല്ലെങ്കിൽ ജീവിതത്തിലാവട്ടെ എന്റെ അത്രയും പ്രശ്നങ്ങൾ ആർക്കും വന്നിട്ടില്ല എന്നുള്ളത് അവർക്ക് തന്നെ സ്വയം തോന്നാൻ വേണ്ടിയാണ് ഞാൻ എന്റെ അനുഭവം പറഞ്ഞത്. സാറിനോട് സപ്പോർട്ടായിട്ടാണ്. തീർച്ചയായിട്ടും ആയിഷ മാം, ഒരു വളരെയധികം സന്തോഷം. അപ്പം ഈ ഒരൊറ്റ കാര്യത്തിന് ഞാൻ ഫൈനലായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് മാമിന്റെ ഈ ഒരു സ്റ്റോറി, അത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി, ഇത് തന്നെയാണ്. ഇതിപ്പോ മാമിന് മാത്രമല്ല, ഇതേപോലെ സിമിലർലി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാനും. അതായത് ഇതുപോലെ സിമിലർലി നല്ലൊരു പണി കിട്ടിയിട്ട് പറഞ്ഞതുപോലെ മാനസികമായി ശരിക്കും തകർന്നു പോയിട്ട് വിത്തിൻ 2 വീക്സിനുള്ളിൽ തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അത് എങ്ങനെയാണ് തിരിച്ചു വരാൻ നമുക്ക് സാധിച്ചത്? അതാണ് നമ്മൾക്ക് ചിലപ്പോൾ മാമിന് ഏപ്രിൽ മാസം സംഭവിച്ചാലും ശരിയാണ്, നിങ്ങളുടെ പ്രശ്നം സാമ്പത്തികമല്ല, നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ആ വേദനയിൽ നമുക്ക് മോചനം നേടണം. അപ്പൊ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്? ആ ഇമോഷൻസിൽ നിന്ന് ഫ്രീഡം നൽകുന്ന ടെക്നിക്കാണ്. അപ്പൊ എക്സാക്ട്ലി കറക്റ്റ് സ്ഥലത്താണ് മാം എത്തിയിരിക്കുന്നത്, ഒന്നും പറയാനല്ല. കൂടെ വരിക. ഒന്ന് കൺഫേം ചെയ്തോട്ടെ, ആയിഷ ബി മാം ആണ് ഇപ്പൊ സംസാരിച്ചത്? അതെ. ഓക്കെ, ആളായിട്ട് ഞാൻ സംസാരിച്ചത് ഓൾറെഡി. ആണോ? ഷഹീന.
അല്ല ഷഹീന, അതാണ് മാമിന്റെ പേരെന്താ ഒന്നും കൂടെ ചോദിച്ചോളൂ, കൺഫേം ചെയ്തോളൂ. ആയിഷ ബി മാം എന്നാണോന്ന് കൺഫേം ചെയ്തതാ. ആയിഷ ബി അല്ല, ആയിഷ എന്നാണ് പേര്. ആയിഷ ബി അല്ല. ഓക്കെ. ഓക്കെ, ആയിഷ മാം, നിങ്ങളുടെ നമ്പർ ഇവിടെ കൺഫേം ചെയ്യാണ്. 9747651202 അല്ലെ? യെസ്, വെരി ഗുഡ്. സോ താങ്ക് യു സോ മച്ച്. പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നമ്മളുടെ ഈ ആഴ്ച തന്നെ റെക്കോർഡ് ആവും. ഓക്കെ, എല്ലാം റെഡി ആവട്ടെ. നിങ്ങൾ മാം എന്തായാലും വിത്തിൻ 5 days 10 days കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാനസികമായിട്ട് കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് വരും. ഞങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതിന് സാധിക്കട്ടെ. പ്രോഗ്രാമിൽ എന്തായാലും ഉണ്ടാവണം ഇന്നത്തെ, കേട്ടോ? ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ. താങ്ക് യു. താങ്ക് യു സാർ.